അപ്പൊ സൈറ ഈ ജൂൺ നെറ്റ് എക്സാമിന് മുന്നോടിയായിട്ട് നടത്തുന്ന ഓൾറെഡി നടത്തിയിട്ടുള്ള പ്രീ നെറ്റ് എക്സാമിന്റെ ആൻസർ ഡിസ്കഷനിലോട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഓൾറെഡി ഒരു എക്സാം ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ രണ്ടാമത്തെ പടിയായിട്ട് നടത്തിയിട്ടുള്ള എക്സാം ആണ്. പൊതുവെ ഒരു വലിയ രൂപത്തിൽ നമുക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുള്ള വളരെ നല്ല പോസിറ്റീവ് റെസ്പോൺസസ് സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു. കുറച്ച് കാലമായി എക്സാം കഴിഞ്ഞിട്ട്, കുറച്ച് ദിവസങ്ങളായി എക്സാം കഴിഞ്ഞിട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പലരും അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഓൾറെഡി നോക്കി കഴിഞ്ഞിട്ടുണ്ടാവും. ലൈക്ക് കൃത്യമായിട്ട് ആൻസറിലോട്ട് എല്ലാ 100 ക്വസ്റ്റ്യൻസിന്റെയും ആൻസറിലോട്ട് എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയ റിസർച്ച് എങ്കിലും ആ കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യനെയും ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ സമയത്തിനുള്ളിൽ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കുറെ ലിമിറ്റേഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഇങ്ങനെ ഒരു 100 ക്വസ്റ്റ്യൻസ് 2-3 തവണയായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസ്കഷനിലോട്ട് എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക എന്ന് പറയുമ്പോൾ തന്നെയും വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഒട്ടും സമയം കളയാണ്ട് ഡയറക്ട്ലി നമ്മൾ ഡിസ്കഷനിലോട്ട് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുള്ള എക്സാം ആണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു പോയിട്ട് അതിന്റെ ആൻസറും പറഞ്ഞു പോകാൻ എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന ആൻസേഴ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉള്ളതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നമ്മുടെ അടുത്തോട്ട് റീച്ച് ഔട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സ്ക്രീനൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഔട്ട് ഓഫ് 100 ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഒരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പോ ഈ ഒരു നെറ്റ് എക്സാമിന്റെ എസ്പെഷ്യലി സോഷ്യോളജിയുടെ ഒരു ട്രാക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പൊ മുമ്പ് കാലത്ത് എന്ന് പറയുമ്പോൾ ഒരു 2010 2012 ആ ഒരു സമയത്തൊക്കെ തന്നെയും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, അതായത് ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ അധികമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സ്ട്രക്ചർ പൊതുവെ ഇന്ന് കാണുന്നതിൽ നിന്നുണ്ടായിരുന്ന വ്യത്യാസം എന്താന്ന് വെച്ചാല് അന്നൊക്കെ ഇങ്ങനെ സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടായിരുന്ന. ഫസ്റ്റിൽ മൊത്തം 1 വേർഡ് ആൻസേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ്, പിന്നീട് ഇങ്ങനെ സെറ്റ് ഓഫ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, പിന്നെ അടുത്തൊരു സെറ്റ് ഓഫ് മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന അർത്ഥത്തിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒരേ ടൈപ്പ് ഓഫ് ഒരേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മുടെ എക്സാം പേപ്പറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, ആ കുറച്ച് ബാക്കോട്ട് പോയിട്ട് നോക്കുകയാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ PYQs ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസിലോട്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്തരത്തിലുള്ള PYQs ആയിട്ട് ഫെമിലറൈസ് ചെയ്യണം. അതിൽ നിന്ന് ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കണം എന്നാണ് ആദ്യമായിട്ട് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഏതായാലും നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് അസേർഷൻ ഉണ്ട്, റീസൺ തന്നിട്ടുണ്ട് അല്ലെ. ഇത് രണ്ടും വായിച്ചു നോക്കിയിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ്സിന്റെയും വാലിഡിറ്റി പരിശോധിക്കാതെ തമ്മിലുള്ള കണക്ഷൻ ഓപ്ഷൻസിൽ കൊടുത്തത് പ്രകാരം ഏത് കോഡ് അനുസരിച്ചിട്ടാണ് ഏത് കോഡാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് എന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു മെത്തേഡ് അങ്ങനെയാണ്. ഓക്കെ, ഫസ്റ്റ് അസേർഷൻ എന്താണെന്ന് വായിച്ചു നോക്കാം. ബിറ്റ്വീൻ 1830 and 1842 Comte wrote his major work Cause de Philosophy in Positive, in which he coined the term sociology. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അതായത് 1830ന്റെയും 1842ന്റെയും ഇടയിൽ കോംപ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ തുടങ്ങുന്ന തന്നെ സോഷ്യോളജിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന കോംപ്റ്റിലാണ് അല്ലെ. അപ്പൊ കോംപ്റ്റ് 1830ന്റെയും 42ന്റെയും ഇടയിലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വർക്ക് എഴുതിയിട്ടുണ്ട്. ആ വർക്കിലാണ് സോഷ്യോളജി എന്നുള്ള ഒരു ടേം അദ്ദേഹം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ സോഷ്യൽ ഫിസിക്സ് എന്നായിരുന്നു സോഷ്യോളജിനെ അദ്ദേഹം ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ സോഷ്യോളജി എന്നുള്ള ഒരു ടേം പിന്നീട് ഇവോൾവ് ചെയ്ത് വന്നതാണെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് കോംപ്റ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള പിന്നീട് നമ്മൾ എല്ലാവരും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ലൈക്ക് അസേർഷൻ എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ് ആദ്യമായിട്ട് പരിശോധിക്കേണ്ടത് അല്ലെ. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേര്, അദ്ദേഹത്തിന്റെ വർക്കിലോട്ട് ആട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ പറയുന്ന കാര്യം. അപ്പൊ ഒരു 3
പാർട്സ് ആയിട്ട് ഈ ഒരു അസേർഷനെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിന്റെ കാര്യം ശരിയാണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ആ വർക്കിനെ കുറിച്ച് കോംപ്റ്റിന്റെ വർക്ക് തന്നെയാണോ, കോംപ്റ്റ് ഈ സമയത്ത് തന്നെയാണോ ഈ വർക്ക് എഴുതിയെന്നുള്ള രൂപത്തിൽ ഒന്ന് മാച്ച് ചെയ്ത് വായിച്ചു നോക്കണം. അതോടൊപ്പം തന്നെ സോഷ്യോളജി എന്നുള്ള ടെർമിനോളജി കോയിനേജ് നടന്നിട്ടുള്ളത് ഈ ഒരു വർക്കിലാണോ എന്നുള്ളതും ആലോചിക്കണം. അതാണ് അസേർഷൻ അല്ലെ. തന്നിട്ടുള്ള ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു പോകുമ്പോൾ തന്നെ അതിൽ അപ്പൊ എന്റെ മനസ്സിലുണ്ടാവുന്ന തോട്ട് പ്രോസസ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. എന്നിരുന്നാൽ പോലും ലൈക്ക് ഫോർ ദ സേക്ക് ഓഫ് ഡിസ്കസിങ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ അതെങ്ങനെയാണ് പിടിച്ച് മനസ്സിലാക്കുക എന്നുള്ളിടത്താണല്ലോ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഒരു സക്സസ് കിടക്കുന്നത്. ഓക്കെ, ഇനി റീസൺ സ്റ്റേറ്റ്മെന്റ് എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കും. Immediately after the February Revolution of 1848, Comte found his society positive, which became the center for his teaching and attracted his disciples to learn intensely the sociological issues of the time. അപ്പോ കോംപ്റ്റിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഫെബ്രുവരി റെവല്യൂഷന് ശേഷം അല്ലെങ്കിൽ 1848 ശേഷം അദ്ദേഹത്തിന്റെ ഒരു കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റി പോസിറ്റീവ് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ കളക്റ്റീവ് സ്റ്റാർട്ട് ചെയ്യുകയും ആ കളക്റ്റീവ് പിന്നീട് അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിന്റെയും അദ്ദേഹത്തിന്റെ സ്റ്റഡീസിന്റെയും ഒക്കെ സെന്റർ ആയി മാറുകയും ചെയ്തു. അതാണ് സോഷ്യോളജിയുടെ ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ കോംപ്റ്റിന്റെ ഒരു ട്രജക്ടറി എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സോഷ്യോളജിക്കൽ എൻഗേജ്മെന്റിൽ ഏറ്റവും കോർ അല്ലെങ്കിൽ സെൻട്രൽ പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് റീസൺ പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുന്നിലുണ്ട്. നമ്മളിപ്പോ നോക്കേണ്ട കാര്യം ഈ അസേർഷനും റീസണും ട്രൂ ആണോ, രണ്ടും ട്രൂത്ത് വാലിഡിറ്റി ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണോ എന്നുള്ളതും, അതിനുശേഷം ആ അസേർഷന്റെ തന്നെ റീസൺ ആണോ ഈ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതുമാണ്. അപ്പൊ നിങ്ങൾ എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള അസേർഷൻ റീസൺ എന്നുള്ള ക്വസ്റ്റ്യൻ എവിടെ കണ്ടാലും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. ലൈക്ക് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സിന്റെ വാലിഡിറ്റി ശ്രദ്ധിച്ചതിന് ശേഷം, അത് ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമാവില്ല, നേരെ മറിച്ച് അതിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ഈ റീസൺ എന്നുള്ളത് നേരത്തെ മുകളിൽ കൊടുത്തിട്ടുള്ള അസേർഷന്റെ തന്നെ റീസൺ ആണോ, അല്ലെങ്കിൽ ഈ ഇവിടെ കൊടുത്തിട്ടുള്ള അസേർഷന് ഈ പറഞ്ഞിട്ടുള്ള റീസണെ വെച്ച് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. അപ്പൊ എപ്പോഴും അസേർഷൻ വായിച്ചതിന് ശേഷം ബിക്കോസ് അല്ലെങ്കിൽ ഹെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിന്യൂസ്ലി ഈ റീസൺ സ്റ്റേറ്റ്മെന്റ് കൂടെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു കോസൽ റിലേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ ആലോചിച്ച് നോക്കുക. ഇവിടെ ജസ്റ്റ് കോംപ്റ്റിന്റെ ഒരു ലൈഫ് ട്രജക്ടറി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ലാർജർ ഡിസിപ്ലിനറി എൻഗേജ്മെന്റ്സിനെ കുറിച്ച് പരിചയം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ള അസേർഷനും റീസണും. രണ്ടും ശരിക്കും ട്രൂത്ത് ലൈക്ക് വാലിഡ് ആയിട്ടുള്ള ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ് അല്ലെ. കോംപ്റ്റിന്റെ ഈ സീരീസ് ഓഫ് വർക്ക്സ് 1830s-ലും 30s to 40s അല്ലെങ്കിൽ 42 വരെ പ്രിസൈസ്ലി ആ സമയത്തിന്റെ ഉള്ളിൽ അദ്ദേഹം കുറെ ടെക്സ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ടെക്സ്റ്റുകളെ കമ്പൈൻഡ് ആയിട്ട് വിളിക്കുന്നത് പോസിറ്റീവ് ഫിലോസഫി, പോസിറ്റീവ് എന്നുള്ളതാണ് എന്നുള്ളതും ആ വർക്കിൽ തന്നെയാണ് സോഷ്യോളജി എന്നുള്ള ടേം കോയിൻ ചെയ്തത് എന്നുള്ളതും തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അസേർഷൻ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അതേസമയം റീസണിലോട്ട് വരുമ്പോൾ 1848 അദ്ദേഹം രൂപീകരിച്ചിട്ടുള്ള കളക്റ്റീവാണ് പിന്നീട് അദ്ദേഹത്തിന്റെ എൻഗേജ്മെന്റ്സിന്റെ സെൻട്രൽ പൊസിഷൻ ആയിട്ട് വർക്ക് ചെയ്തത് എന്നുള്ളതും ശരി തന്നെയാണ്. അപ്പൊ രണ്ടും ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ റീസണിങ് ഈ അസേർഷനുമായിട്ടുള്ള റിലേഷനിൽ ഇത് കറക്റ്റ് തന്നെയാണോ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിരിക്കെ, രണ്ട് ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആയി തന്നെ ആയിരിക്കെ തന്നെ ഈ റീസൺ അസേർഷന്റെ റീസൺ തന്നെയാണോ അല്ലെങ്കിൽ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള റീസൺ ആണോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരാം. കാരണം 1830 to 1842 വരെയുള്ള കാലഘട്ടത്തിലെ കോംപ്റ്റിന്റെ എൻഗേജ്മെന്റിനെ കുറിച്ചാണ് ഫസ്റ്റിൽ അസേർഷൻ എങ്കിൽ രണ്ടാമത്തെ റീസൺ 1848 ശേഷമുള്ള അദ്ദേഹത്തിന്റെ എൻഗേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പോ ഒരിക്കലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിംപ്ലി ആലോചിക്കുകയാണെങ്കിൽ ബിക്കോസ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ പോസിറ്റീവ് ഫിലോസഫിയിൽ അദ്ദേഹം സോഷ്യോളജി എന്നുള്ള ടേം കോയിൻ ചെയ്തത് കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ മേജർ വർക്ക് കാരണമാണ് ഈ ഒരു സൊസൈറ്റി പോസിറ്റീവ് ഉണ്ടായത് എന്നുള്ളത്, അല്ലെങ്കിൽ ആ കളക്റ്റീവിന്റെ ഒരു ഒറിജിന്റെ ഏറ്റവും മേജർ റീസൺ ഈ ഒരു അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ആണ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഈ ഒരു സെന്റൻസസ് വായിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ ഇസ് നോട്ട് ദ എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് അല്ലെ. കാരണം ആറിന്റെ എക്സ്പ്ലനേഷൻ അല്ലല്ലോ എ. അതിപ്പോ നേരെ തിരിച്ച്
ഇവിടെ ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നുണ്ടോ എന്ന് അറിയില്ല, ബട്ട് എന്നിരുന്നാൽ പോലും ഇവിടെ അസേർഷൻ ആയിട്ടും റീസൺ ആയിട്ടും കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ റീസൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അസേർഷൻ ആയിട്ടും പിന്നെ അതിന്റെ റീസൺ ആയിട്ട് വേണമെങ്കിൽ ഒരു പക്ഷെ അസേർഷനും പറയുകയാണെങ്കിൽ പിന്നെയും സെൻസ് ഉണ്ടാവും. കാരണം രണ്ടാമതായിട്ട് നടന്ന കാര്യത്തിന്റെ കാരണം ഒന്നാമതായിട്ട് നടന്ന കാര്യമാണ്. ഇപ്പൊ ഒരു ക്രോണോളജിക്കലി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒന്നിന് ശേഷം നടന്നിട്ടുള്ള കാര്യമാണല്ലോ. അസേർഷൻ എന്നുള്ളത് ആദ്യം നടന്നിട്ടുള്ള കാര്യം, റീസണിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് രണ്ടാമത് നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പോ ഈ അസേർഷന്റെ റീസൺ ആയിട്ട് ലേറ്റർ സ്റ്റേജിൽ നടന്നിട്ടുള്ള കാര്യം പറയാ എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയൊരു ലോജിക്കൽ എന്താ പറയാ ഗ്ലിച്ച് ഉണ്ട് അല്ലെ, ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ് എന്നിരിക്കെ തന്നെ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിന്റെ റീസൺ ആയിട്ട് നമുക്ക് രണ്ടാമത്തെ പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ആൻസർ ഈസ് ബി, വിച്ച് ഈസ് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ ഈസ് നോട്ട് ദ എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്, ഇനിയും കാര്യങ്ങൾ വിശദമായിട്ട് പറയാവുന്നതാണ്. പക്ഷെ സമയത്തിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഏറ്റവും ഒട്ടും ഡിലേ ചെയ്യാണ്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം എന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കുക, ഈ ഒരു ക്വസ്റ്റ്യന് സ്റ്റേറ്റ്മെന്റ്സ് ഒരുപക്ഷെ നമുക്കൊക്കെ തന്നെ വായിക്കുമ്പോൾ നമ്മുടെ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് അല്ലെങ്കിൽ കോംപ്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ വിവരങ്ങൾ നമുക്ക് ഓൾറെഡി അറിയുന്ന വിവരങ്ങൾ വെച്ചിട്ട് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശരി തന്നെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റീസൺ എന്നുള്ളത് അസേർഷനെ സംബന്ധിച്ചിടത്തോളം ആ അസേർഷന്റെ തന്നെ റീസൺ ആവുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ക്രോണോളജിക്കൽ സെൻസിൽ ആലോചിക്കുകയാണെങ്കിൽ തന്നെ അതിലൊരു ഒരു ചെറിയൊരു യോജിപ്പില്ലായ്മ കാണുന്നത് കൊണ്ടാണ് നമ്മൾ ബി ഓപ്ഷനിലോട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, according to whose argument some conflict is functional because it serves as a safety valve without which social hostility would eventually erupt violently. അതായത് സോഷ്യൽ കോൺഫ്ലിക്ട്സിന് അല്ലെങ്കിൽ സം കോൺഫ്ലിക്ട്സിന് ഒരു ഫങ്ഷണൽ ആസ്പെക്ട് ഉണ്ട്. നമ്മൾ എപ്പോഴും നോർമലി അല്ലെങ്കിൽ കോൺഫ്ലിക്ട് എന്നുള്ള വേർഡ് ഇൻ ഇറ്റ് സെൽഫ് കേൾക്കുമ്പോൾ ഏതൊരു ഓഡിയൻസിനും, കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലോട്ട് കടന്നു വരുന്ന ഒരു നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ പല സോഷ്യോളജിസ്റ്റിലും പല രൂപത്തിലാണ് കോൺഫ്ലിക്ട് തിയറീസ് ആയിട്ടുള്ള എൻഗേജ്മെന്റ്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ പലരും പല രൂപത്തിലാണ് സൊസൈറ്റിയിൽ കോൺഫ്ലിക്ട്സിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിന്റെ ഫങ്ഷണൽ ആസ്പെക്ടിൽ സ്ട്രെസ് ചെയ്ത് സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫങ്ഷണൽ ആസ്പെക്ടിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള തിയറിറ്റേഷൻ താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം ഈ എന്റെ ഒരു ക്വസ്റ്റ്യനിലെ കീവേഡ് ഈസ് കോൺഫ്ലിക്ട് ഈസ് ഫങ്ഷണൽ എന്നുള്ള വേർഡാണ്. കാരണം കോൺഫ്ലിക്ട് തിയറീനെ തന്നെ നമുക്ക് ഡിഫറെന്റ് അപ്രോച്ച് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിഫറെന്റ് സ്റ്റാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതിലെ ഫങ്ഷണൽ സ്റ്റാൻഡിലെ ആൾ ആരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഫങ്ഷണൽ എന്ന് പറഞ്ഞു എന്നുള്ളതിനെയാണ് ആ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് പറയുന്നത് അല്ലെ. ബിക്കോസ് ഇറ്റ് സെർവ്സ് ആസ് എ സേഫ്റ്റി വാൾ വിതൗട്ട് വിച്ച് സോഷ്യൽ ഹോസ്റ്റിലിറ്റി വുഡ് ഇവൻച്വലി ഇറപ്റ്റ് വയലന്റ്ലി. അതായത് സോഷ്യൽ കോൺഫ്ലിക്ട് ശരിക്കും ഒരു സൊസൈറ്റൽ റിയാലിറ്റിയുടെ ഒരു ലെൻസിൽ നോക്കുമ്പോൾ അത് ഒരു സേഫ്റ്റി വോൾവ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതർവൈസ്, അതായത് ഈ കോൺഫ്ലിക്ട് എന്നുള്ള ഒരു ആസ്പെക്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഫങ്ഷണൽ ആസ്പെക്ട് കോൺഫ്ലിക്ട് പ്ലേ ചെയ്യുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കോൺഫ്ലിക്റ്റുകൾ അക്യുമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചെറുതും വലുതുമായ കോൺട്രഡിക്ഷൻസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് പിന്നീട് ഒരു വലിയ ഇറപ്ഷനിലോട്ട്, സൊസൈറ്റിനെ മൊത്തത്തിൽ ഡിസ്ട്രക്ട് ചെയ്യുന്ന അർത്ഥത്തിലുള്ള ഒരു വലിയ വയലന്റ് ഇറപ്ഷനിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിന് ഒരു ഫങ്ഷണൽ ആസ്പെക്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. കോസറിന്റെ ഓപ്ഷനിൽ, ഡാരൻഡോഫിന്റെ ഓപ്ഷനിൽ, മാർക്സ് ആൻഡ് ഗ്ലക്മാൻ ആണുള്ളത് അല്ലെ. എന്താണ് ആൻസർ? കോസർ ആണ് ആൻസർ അല്ലെ. കൂടുതൽ സമയം ആലോചിക്കാനൊന്നും തരാണ്ട് പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോവാണ്. കാരണം സൂമിൽ നമ്മൾ മീറ്റ് നടത്തുമ്പോൾ അതിന്റെ ടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിനപ്പുറം നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ വെരി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ടേ ഉള്ളൂ. കോഴ്സർ ആണ് എന്തായാലും ആൻസർ അല്ലെ. അപ്പം കോഴ്സർ ആണ് ഈ ഒരു കോൺഫ്ലിക്ട് സ്റ്റഡീസിലെ ഫങ്ഷണൽ ആസ്പെക്റ്റിനെ കുറിച്ച് വീണ്ടും റിപ്പീറ്റഡ്ലി സംസാരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവില് കോൺഫ്ലിക്റ്റിനെ മനസ്സിലാക്കിയിട്ടുള്ള മേജർ സോഷ്യോളജിസ്റ്റുകളിൽ ഒരാളാണ് കോഴ്സർ. അപ്പം കോഴ്സറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ അത് സേഫ്റ്റി വോൾവ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനെ തന്നെ ഇലാബറേറ്റ് ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ ഡർഖൈമിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ കോഴ്സറിന്റെ ഏറ്റവും മേജർ ഇൻഫ്ലുവൻസ് ഡർഖൈമിൽ നിന്നാണ് എന്നുള്ളത് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഡർഖൈം ക്രൈമിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ കോഴ്സർ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഫ്ലിക്ട്സ്
ഇതിലൂടെയാണ് സൊസൈറ്റിയുടെ മോറൽ വാല്യൂസും സോഷ്യൽ ഓർഡറും ഒക്കെ ലോങ് ടേമിൽ സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ക്രൈംസ് ശരിക്കും ഒരു ക്രൈം നടക്കുമ്പോഴാണ് നമുക്ക് സൊസൈറ്റിയിലെ സാങ്ഷൻസിനെ കുറച്ചുകൂടെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനും അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനൊക്കെ പറ്റുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ കോൺഫ്ലിക്റ്റും അതേ അർത്ഥത്തിൽ ഒരു സേഫ്റ്റി വോൾവ് ആയിട്ട് രാദർ ദാൻ സൊസൈറ്റിനെ എന്റെ ഡിസ്ട്രക്ഷനിൽ തടഞ്ഞു നിർത്തുന്ന ഒരു അതിന്റെ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിനെ കീപ്പ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ആസ്പെക്ട് ആയിട്ടാണ് കോൺഫ്ലിക്റ്റിനെ കോസ്റ്റർ മനസ്സിലാക്കുന്നത്. ഡാരൻഡോഫ് ഒക്കെ നേരെ തിരിച്ച് പല ഇപ്പം മാർക്സ് ആവട്ടെ, ലുക്മാൻ ആവട്ടെ, ഡാരൻഡോഫ് ആവട്ടെ, ഇവരൊക്കെ തന്നെയും നമുക്ക് മനസ്സിലാവും ആൻസേഴ്സിൽ അല്ലെങ്കിൽ ഓപ്ഷൻസിലെ ജസ്റ്റ് ഒരു ഇവർ തമ്മിലുള്ള പാറ്റേൺ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവർ കൊടുത്തിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും കോൺഫ്ലിക്ട് തിയറീഷൻസ് തന്നെയാണ് അല്ലെ. കോൺഫ്ലിക്ട് തിയറിയിൽ കുറെ വർക്ക് ചെയ്തിട്ടുള്ളവർ തന്നെയാണ്. അപ്പം ഇതിൽ ഫംഗ്ഷണൽ ആസ്പെക്ട് എന്നുള്ളതാണ് ഇവിടുത്തെ മേജർ പോയിന്റ് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ കോസ്റ്ററിനെ ചൂസ് ചെയ്തത്. ഡാരൻഡോഫ് ആകുമ്പോൾ നമുക്ക് പറയും കുറെ ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിങ്ങൾ കാണാറുണ്ടല്ലോ അല്ലെ. അതായത് ഡാരൻഡോഫ് ഇംപറേറ്റീവ് അസോസിയേഷനെ കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ കോൺഫ്ലിക്ട് ഗ്രൂപ്പ്സിനെ കുറിച്ച് പറഞ്ഞത്, മാർക്സ് ജസ്റ്റ് ക്ലാസ് സ്ട്രഗിൾസിനെ രണ്ട് ക്ലാസ്സിന്റെ മാത്രമായിട്ട് ബൈനറൈസ്ഡ് സോഷ്യൽ ക്ലാസ് സിറ്റുവേഷൻ ആണ് മാർക്സ് എൻവിഷൻ ചെയ്തെങ്കിൽ അങ്ങനെയല്ല. ഇംപറേറ്റീവ് കോർഡിനേറ്റീവ് അസോസിയേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ കോൺഫ്ലിക്ട് ഗ്രൂപ്പ്സ് ആണ്, അതോറിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളാണ് നടക്കുന്നതെന്നൊക്കെ ഡാരൻഡോഫ് പറഞ്ഞു വെച്ചതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതുപോലെ തന്നെ ഓരോരുത്തരെ കുറിച്ച് നമ്മൾക്കിപ്പോ സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും സൈഡിലുള്ള സ്റ്റുഡൻസിനോട് പറയാറുള്ളത് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ പറഞ്ഞു പോവുക എന്നുള്ളതല്ല അതിന്റെ ഐഡിയൽ മെത്തേഡ്. നേരെ മറിച്ച് ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനെ സറൗണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ ലിമിറ്റേഷൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന കുറെ ഇൻഫർമേഷൻസ് ഉണ്ടാവും. പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ഒതന്റിക് ടെക്സ്റ്റുകൾ എടുത്തിട്ട് ആ ഇൻഫർമേഷൻസ് കവർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഓരോ തിയറിറ്റേഷനെ കുറിച്ചും കൃത്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ കവർ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഒന്ന് ഓടിച്ച് വായിച്ചെങ്കിലും പോയി അറ്റ്ലീസ്റ്റ് ഒരു ഗൂഗിൾ സർഫെങ്കിലും ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തെങ്കിലും ചെയ്താൽ ആ ഒരു കണ്ടിന്യൂസ്ലി നമ്മൾ ഈ ഓപ്ഷൻസ് വീണ്ടും വരുമ്പോൾ വീണ്ടും സെയിം ഇൻഫർമേഷൻസ് വായിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫെമിലിയാരിറ്റി അറ്റ് ദ എൻഡിൽ ഒരു എക്സാം ഹാളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കോഴ്സിലാണ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. And then comes to third question. The concept of symmetrical family was propounded by symmetrical family എന്നുള്ള കോൺസെപ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഈസ് യങ് ആൻഡ് വിൽമോട്ട്, and then Oakley, C Bowman and Smart, and D Smart only. ഇവരൊക്കെ തന്നെയും കിൻഷിപ്പ് സ്റ്റഡീസിൽ കുറച്ചുകൂടെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലെ കിൻഷിപ്പ് സ്റ്റഡീസ്, കിൻഷിപ്പ് റിലേഷൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള കുറച്ചുകൂടെ കണ്ടംപററി ആയിട്ടുള്ള തിയറിറ്റീഷ്യൻസ് ആണ് അല്ലെ. കിൻഷിപ്പ് എന്നുള്ളത് സോഷ്യോളജിയുടെ അറിയാലോ, നമ്മൾ ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ തന്നെ നമ്മുടെ ഡിസിപ്ലിന്റെ വൺ ഓഫ് ദ മേജർ കൺസേൺസ് ആയിരുന്നു കിൻഷിപ്പ് എന്നുള്ളത് അല്ലെ. കിൻഷിപ്പ് ചേഞ്ചസും കിൻഷിപ്പ് ടെർമിനോളജീസും ഒക്കെ ഇന്നും ലൈക്ക് ഡിഫറെന്റ് റീജിയൻ ബേസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ ഗ്ലോബൽ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ടൊക്കെ കിൻഷിപ്പ് എന്നുള്ളത് മൊത്തം സോഷ്യൽ ഓർഡറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആയതുകൊണ്ട് തന്നെ അതിനെ ചുറ്റിപ്പറ്റി കുറെ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അപ്പോൾ സിമെട്രിക്കൽ ഫാമിലി എന്നുള്ള കോൺസെപ്റ്റ് ആരാണ് കോയിൻ ചെയ്തത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പഠിച്ചത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആൻസർ ഈസ് എനിവേ യങ് ആൻഡ് വിൽമോട്ട് ആണ് കേട്ടോ. പീറ്റർ വിൽമോട്ടും മൈക്കൽ യങ്ങും 1973 അവര് പബ്ലിഷ് ചെയ്ത സിമെട്രിക് ഫാമിലി എന്ന് തന്നെ പേരുള്ള ടൈറ്റിലുള്ള ടെക്സ്റ്റിലാണ് ഇവർ ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സിമെട്രിക്കൽ ഫാമിലി എന്നുള്ളത് കേട്ടോ. അപ്പൊ ഒന്നുമില്ല, സിമെട്രിക്കൽ ഫാമിലി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. അതായത് ട്രഡീഷണൽ കോട്ട് ആൻഡ് കോട്ട് ട്രഡീഷണൽ കൺവെൻഷണൽ ലൈക് പാട്രിയാർക്കൽ ഫാമിലിയിൽ നിന്ന് മാറിയിട്ടല്ലേ, അതായത് ലൈക് മെയിൽ അതോറിറ്റി കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ റോൾസിൽ ഫാമിലിയിൽ മെയിൽ പാർട്ടിസിപ്പൻസിന് റോള് കൂടുതലുള്ള സോഷ്യൽ സ്ട്രക്ചർ ഫാമിലിയൽ സ്ട്രക്ചറിൽ നിന്ന് മാറിയിട്ട് പാർട്ട്നേഴ്സിന് ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് രണ്ടുപേർക്കും ഒരേപോലെ ഈക്വലി റോൾസ് അലോക്കേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഫാമിലീസിനെയാണ് സിമെട്രിക്കൽ ഫാമിലി എന്ന് അവർ വിളിക്കുന്നത്. ഇപ്പം പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ ശേഷം, പോസ്റ്റ് ഇൻഡസ്ട്രിയൽ എന്നല്ല ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ ഫലമായിട്ട്
അർത്ഥത്തിൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഫാമിലീസിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവര് അതിലൂടെ പ്രപ്പോസ് ചെയ്യുന്നത്. ഹൈലൈറ്റിംഗ് ചേഞ്ചസ് ഇൻ ഫാമിലി സ്ട്രക്ചേഴ്സ് where roles of husbands and wives become more similar. കുറച്ചുകൂടെ അവർ തമ്മിലുള്ള ഗ്യാപ്പ്, റോൾസിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വന്നിട്ട് ഇവര് റോൾസ് കമ്പയറബിൾ ആവും എന്നുള്ളതാണ് സിമെട്രിക്കൽ ഫാമിലി. ആ സിമെട്രിക് എന്നുള്ള വേർഡിന്റെ മീനിങ്, ഇംഗ്ലീഷ് വേർഡിന്റെ മീനിങ് തന്നെ ആലോചിച്ചാൽ മതി അല്ലെ. റോളിന്റെ ആസ്പെക്റ്റിലാണ് സിമെട്രിക് ആവുന്നത്. ആര് തമ്മിലാണ് സിമെട്രിക് ആവുന്നത്? ഫാമിലി സ്ട്രക്ചേഴ്സിന്റെ ഹെഡ് പൊസിഷനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഫാമിലി സ്ട്രക്ചറിലുള്ള പാർട്ടിസിപ്പൻസിന് റോൾസ് സിമിലർ റോൾസ് അസൈൻഡ് ആവുക അല്ലെങ്കിൽ സിമിലർ റോൾസ് എക്സസൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കേസിനെയാണ് അവർ സിമെട്രിക്കൽ ഫാമിലി എന്ന് വിളിച്ചത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദെൻ കംസ് ഫോർത്ത്. സമ്പൂർണാനന്ദ് is the first open prison established in which state? GK ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ടൊക്കെ പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സമ്പൂർണാനന്ദ് UP-യിലെ ഉത്തർപ്രദേശിലെ ഒരു ഉത്തർപ്രദേശിലാണ് സമ്പൂർണാനന്ദ് ഉള്ളത്. ആദ്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഓപ്പൺ പ്രിസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും അവിടെയാണ്, അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ സമ്പൂർണാനന്ദ് ആണ് ഏറ്റവും ആദ്യത്തെ ഓപ്പൺ പ്രിസൺ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓപ്പൺ പ്രിസൺ എന്താ എന്നുള്ളതൊന്നും പറയേണ്ടതല്ലോ. ലൈക്ക് നോർമൽ പ്രിസൺ എന്താണ് ഓപ്പൺ പ്രിസണിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഇതൊക്കെ ആലോചിക്കുകയാണെങ്കിൽ കുറെ തമാശ അതിലുണ്ട്. എന്നിരുന്നാൽ പോലും റീഹാബിലിറ്റേഷൻ, പ്രിസണേഴ്സിന്റെ റീഹാബിലിറ്റേഷൻ എയിം ചെയ്ത് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷനെ ഫോക്കസ് ചെയ്യുന്ന ക്രൈം പണിഷ്മെന്റ് എന്നുള്ളതിനപ്പുറം അവരെ സൊസൈറ്റിയിലോട്ട് വീണ്ടും അസിമുലേറ്റ് ചെയ്യുന്നതിനെ ലക്ഷ്യം വെക്കുന്ന അല്ലെങ്കിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന് ലക്ഷ്യം വെക്കുന്ന പ്രിസൺസ് ആണ് ഓപ്പൺ പ്രിസൺസ്. അതിന്റെ ഒരു സ്ട്രക്ചറിൽ തന്നെ അവർക്ക് അതിന് വലിയ വ്യത്യാസം ഉണ്ടാവും. അതായത് ഇപ്പൊ പ്രിസണേഴ്സ് അവരുടെ ഫാമിലിന്റെയും അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടിൽ തന്നെ അവരുടെ ഒരു എൻവയോൺമെന്റ് മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഓപ്പൺ പ്രിസൺസ് ഡിസൈൻ ചെയ്യുക. പക്ഷേ ഇന്ന് കാലത്ത് ഓപ്പൺ പ്രിസൺസിന്റെ ഒക്കെ വർക്കിംഗ് എങ്ങനെയാണ്, പ്രിസൺ എന്നുള്ള ഐഡിയ തന്നെ ഓപ്പൺ പ്രിസണിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രശ്നങ്ങളൊക്കെ വേറെ കുറെ ഡിസ്കഷൻസ് നടക്കുന്നതാണ്. ഏതായാലും ഉത്തർപ്രദേശിലെ സമ്പൂർണാനന്ദ് ആണ് ആദ്യത്തെ ഇന്ത്യയിലെ ഓപ്പൺ പ്രിസൺ അല്ലെ. റിഫോം ആൻഡ് റീഹാബിലിറ്റേഷൻ ഒക്കെയാണ് അവരുടെ ഇൻമേറ്റ്സിന്റെ റിഫോം ആൻഡ് റീഹാബിലിറ്റേഷനും അല്ലെങ്കിൽ അവരുടെ ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റീസിലോട്ടൊക്കെ അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ്. ഗ്രാജുവൽ റീഹാബിലിറ്റേഷൻ ഒക്കെയാണ് ഇവരുടെ ലക്ഷ്യം. ഓപ്പൺ പ്രിസണിന്റെ ഐഡിയൽസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദെൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ എൻട്രിങ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. സോറി കേട്ടോ, ഞാൻ പറയാൻ മറന്നു. എന്റെ വീഡിയോക്ക് ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്യാത്തത്. ഞാൻ ആക്ച്വലി ഓൺ ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ വീഡിയോ വർക്ക് ആവുന്നില്ല. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Human Development Index HDI used by Professor Mahbubul Haq in order to measure the level of development amongst various countries include the following set of indices. Human Development ഇൻഡെക്സായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് പലതാണ് എക്സാം ഹാളിൽ പേപ്പർ 1-ലും പേപ്പർ 2-ലും ഒക്കെ കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു പോർഷൻ ആണ് കേട്ടോ. ആ ചാപ്റ്റർ വരുമ്പോൾ കൃത്യമായിട്ട് ഈ ഏരിയസ് പഠിച്ചു വെക്കാം. HDI അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ആരാണ് അതിന്റെ ഡിസൈൻ അല്ലെങ്കിൽ ഹെഡ് പൊസിഷനിൽ ഉണ്ടായിരുന്നത് ആരാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആരാണത് ഷെയർ ചെയ്തത് എന്നുള്ള അർത്ഥത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മെഹബൂബുൽ ഹക്കാണ് ഏതായാലും HDI ഇൻഡെക്സ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഇൻഡീസസ് ഏതൊക്കെയാണ്, ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഇൻഡീസസ് ഏതൊക്കെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻകം എന്നുള്ള മൂന്ന് ഇൻഡീസസിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട്. ആൻഡ് സെക്കൻഡ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമല്ലോ, ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി, ഇക്വിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ലിബർട്ടി, ഓപ്പൺനെസ്, ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി. ഏതായിരിക്കും ആൻസർ? ഒന്നോർത്താൽ തന്നെ മനസ്സിലാക്കും. ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻകം എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ കേട്ടോ. കാരണം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മെഹബൂബുൽ ഹക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മേജർ എയിം വേഴ്സ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഡെക്സ് സ്റ്റേറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അത് എൻവിഷൻ ചെയ്തത് കുറച്ചുകൂടി ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, ഒരു ജസ്റ്റ് ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് മാത്രമല്ല ഡെവലപ്മെന്റ്, നേരെ മറിച്ച് കുറച്ചുകൂടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ നോഷനിലോട്ട് നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. അർത്ഥത്തിൽ ഇനിയെങ്കിലും അർത്ഥത്തിലാണ് ഡെവലപ്മെന്റ് മനസ്സിലാക്കേണ്ടത്. ജസ്റ്റ് സോഷ്യൽ ക്ലാസ് ഒരു മൊത്തത്തിൽ കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റ് മാത്രമല്ല ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് അതെങ്ങനെ
എഫക്ട് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെ സബ്ജക്ട് പോപ്പുലേഷൻ അതിനെങ്ങനെ എടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു HDI ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഉള്ള ഇന്റൻഷൻ. അപ്പോ ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ, ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഹ്യൂമൻ സെൻട്രിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവർ സ്ട്രെസ് ചെയ്തിട്ടുള്ള 3 ഇൻഡീസസ് ആണ് മെഹബുൽ ഹക്ക് അതിനെ ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഹെൽത്ത് ആണ്, ഒന്ന് എഡ്യൂക്കേഷൻ ആണ്, ഒരു ഇൻകം ആണ്. പെർ ക്യാപിറ്റ കൺട്രിയുടെ പെർ ക്യാപിറ്റ ഇൻകവും എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള 3 ഇൻഡീസസ്. ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഞാൻ. പക്ഷെ അത് 3 ബിലോങ് ചെയ്യുന്ന കാറ്റഗറീസ് തന്നെയാണ് ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺനെസ്, ഫ്രീഡം, ഇക്വാലിറ്റി എന്നുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഡീസസ് അല്ലെങ്കിൽ ആസ്പെക്ട്സിലോട്ട് ഈ ഒരു HDI കടന്നിട്ടില്ല. നേരെ മറിച്ച് കുറച്ചുകൂടെ മെഷറബിൾ ആയിട്ടുള്ള കോട്ട് ആൻഡ് കോട്ട് ഒബ്ജക്റ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻഡീസസ് ആണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ഇൻഡീസസിന്റെ ബേസിൽ തന്നെ ഇപ്പോഴും കാൽക്കുലേഷൻസ് ലൈക്ക് HDI മെഷർമെന്റ്സ് നടക്കുന്നത് ഇപ്പോഴും ആ ഒരു ഇൻഡീസസിന്റെ ബേസിൽ തന്നെയാണ് അല്ലെ. ഏതായാലും ഫസ്റ്റ് ഓപ്ഷൻ, 5th ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. And then comes 6th question. The term reference group was first introduced by. Reference group എന്നുള്ള ടേം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹൈമൻ, മേർട്ടൺ ആൻഡ് ശ്രീനിവാസൻ കൂലി എന്നുള്ള 4 ഓപ്ഷൻസ് ഉണ്ട്. ഫേസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് പെട്ടെന്ന് നമുക്കൊക്കെ പറ്റിപ്പോവാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ കൂടെയാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടെ നമുക്ക് എല്ലാവർക്കും തന്നെ, എസ്പെഷ്യലി സോഷ്യോളജി സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് കേൾക്കുമ്പോഴേക്കും മനസ്സിലോടി വരുന്ന പേരുണ്ട് അല്ലെ. നമ്മൾ ക്വസ്റ്റ്യൻ പോലും മൊത്തം വായിക്കാണ്ട് ഓക്കെ റെഫറൻസ് ഗ്രൂപ്പ് എനിക്ക് അറിയുന്ന ആളാണ്, പ്രിപ്പയർഡ് ബൈ, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എന്ന് കേൾക്കുമ്പോൾ യൂസ് ചെയ്ത ഈ റെഫറൻസ് ഗ്രൂപ്പ് എന്നുള്ള ഒരു ഫ്രേസിന് ശേഷം യൂസ് ചെയ്ത ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സിലോട്ടൊന്നും ഫോക്കസ് പോവാണ്ട് ജസ്റ്റ് ആൻസർ ചൂസ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഫേസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എന്നുള്ള ഫേസ്റ്റ് എന്നുള്ള കീവേഡ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഹൈമൻ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത്. കാരണം സോഷ്യോളജിനെ സംബന്ധിച്ച്, സോഷ്യോളജി ഡിസിപ്ലിൻ എന്ന് ആലോചിക്കുമ്പോൾ റെഫറൻസ് ഗ്രൂപ്പായിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്തിട്ടുള്ള ആൾ, ഈ കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, ഫെർദർ ചെയ്തിട്ടുള്ള ആള് മേർട്ടൺ ആണ് അല്ലെ. പക്ഷെ അതിന് മുന്നേ സൈക്കോളജിയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല ഒരു കോൺസെപ്റ്റിനെ സോഷ്യോളജിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മേർട്ടൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹൈമൻ സൈക്കോളജിയിൽ സൈക്കോളജിസ്റ്റ് ആണ് ഹൈമൻ, ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. ബട്ട് വോട്ട് എവർ, സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഹൈമൻ ഒരു ഇൻഡിവിജ്വല് ആ ഇൻഡിവിജ്വലിന്റെ സൊസൈറ്റൽ സ്റ്റാൻഡേർഡ്സിൽ, ആ ഇൻഡിവിജ്വലിന്റെ സ്റ്റാൻഡേർഡ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മെഷർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ട്, ബാക്കിയുള്ള ടീംസ് ആയിട്ടോ ഇൻഡിവിജ്വൽസ് ആയിട്ടോ കളക്ടീവ്സ് ആയിട്ടോ കമ്പയർ ചെയ്ത് മനസ്സിലാക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പിനെ വെച്ചിട്ടാണെങ്കിൽ, ഏതൊരു കളക്ടീവിനെ വെച്ചിട്ടാണ്, ഏതൊരു ഇൻഡിവിജ്വലിനെ വെച്ചിട്ടാണ് ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ഒരു സൊസൈറ്റൽ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ സൈക്കോളജിയിൽ ഹൈമൻ യൂസ് ചെയ്തിട്ടുള്ള വേർഡ് ആയിരുന്നു റെഫറൻസ് ഗ്രൂപ്പ് എന്നുള്ളത്. അത് തന്നെയാണ് സോഷ്യോളജിയിലോട്ട് മേർട്ടൺ പിന്നീട് കടമെടുക്കുന്നതും, അല്ലെങ്കിൽ അതിനെ സൊസൈറ്റൽ ആസ്പെക്റ്റിലൂടെ, അതിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് നിന്ന് മാറി കുറച്ചുകൂടെ സോഷ്യോളജിക്കൽ ആസ്പെക്റ്റിലോട്ട്, അല്ലെങ്കിൽ ഷിഫ്റ്റ് കുറച്ചുകൂടെ സൊസൈറ്റൽ ഇന്റർ റിലേഷൻസിലോട്ടൊക്കെ മാറ്റി ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ് മേർട്ടൺ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഏതായാലും ക്വസ്റ്റ്യന്റെ ഇവിടെ പ്രിസൈസ്ലി ആൻസർ വരുന്നത് ഹൈമൻ ആണ്. നേരെ മറിച്ച് സോഷ്യോളജിയിൽ റെഫറൻസ് ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മിക്കവാറും മേർട്ടൺ ആവാനും ചാൻസ് ഉണ്ട് അല്ലെ. ഓക്കെ, ടു മേഡോ മീഡ്, ലൈക് എങ്ങനെയാണ് നിങ്ങൾ അവരുടെ ഫ്രണ്ട്സ് ചെയ്യാൻ എന്നറിയില്ല, ബട്ട് മീഡ് ഓട്ടോ. To meet the generalized other and significant others are the creators of. മീഡിന്റെ കോൺസെപ്റ്റലൈസേഷൻസ് ആണല്ലോ ഏതാണെങ്കിലും. 7th ക്വസ്റ്റ്യൻ ആണ് വായിക്കുന്നത്. ജനറലൈസ്ഡ് അതറും സിഗ്നിഫിക്കന്റ് അതറും ഒക്കെ ആരുടെ ക്രിയേഷൻസ് ആണ് എന്നാണ് മീഡ് പറയുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഐ, മീ, ഈഗോ, സൂപ്പർ ഈഗോ. ഐ, മീ, ഈഗോ, സൂപ്പർ ഈഗോ മീഡിന്റെ പേരും അതുപോലെ തന്നെ ഫ്രോയിഡിന്റെ പേരൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. പക്ഷെ മീഡിനെ ആലോചിക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ പ്രിസൈസ്ലി മീഡ് എന്ന് പറഞ്ഞുകൊണ്ട് മീഡിന്റെ കോൺസെപ്റ്റലൈസേഷൻസ് ആലോചിക്കുക. അപ്പോൾ സിംബോളിക് ഇന്ററാക്ഷൻസും അദ്ദേഹത്തിന്റെ മൈൻഡ്, സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ള അദ്ദേഹത്തിന്റെ വർക്കും, അതിലൂടെ അദ്ദേഹം കൊണ്ടുവരുന്ന കാറ്റഗറൈസേഷൻസ് ലൈക്ക് ഐ ആൻഡ് മീ ആൻഡ് ദെൻ സിഗ്നിഫിക്കന്റ് അതേഴ്സ്, ദെൻ ജനറലൈസ്ഡ് അതർ എന്നുള്ള കോൺസെപ്റ്റിലൂടെ ഒക്കെ ഒന്ന് മനസ്സ് പെട്ടെന്ന് ഓടിച്ച് നോക്കുക. അപ്പൊ മനസ്സിലാവും ഐ എന്നുള്ളത്, മീഡ് പറയുന്നത് ഐ എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവ് സ്പോണ്ടേനിയസ് ബയോളജിക്കൽ സെൽഫ് ആണെങ്കിൽ മീ എന്നുള്ളത് സബ്ജക്റ്റീവ് സെൽഫ് ആണ് അല്ലെ. സബ്ജക്റ്റീവ് സെൽഫ് ആണ് മീ എന്ന് പറയുമ്പോൾ തന്നെ ആ സബ്ജക്റ്റീവ് സെൽഫ് ഉണ്ടായി വരുന്നത് എങ്ങനെയാണ്?
സിഗ്നിഫിക്കന്റ് അതറിനെയും ജനറലൈസ്ഡ് അതറിനെയും മനസ്സിലാക്കുന്നതിലൂടെയാണ്. അല്ലെങ്കിൽ എന്താണ് സിഗ്നിഫിക്കന്റ് അതർ, എന്താണ് ജനറലൈസ്ഡ് അതർ എന്ന് ആലോചിക്കുമ്പോൾ ജനറലൈസ്ഡ് അതർ എന്ന് പറയുമ്പോൾ ആ ഐ എന്നുള്ള ബീയിങ് ഒഴികെ, ഞാനൊഴികെ ബാക്കിയുള്ള സൊസൈറ്റിയില് എനിക്ക് പുറത്തുള്ള എല്ലാത്തിനെയാണ് ജനറലൈസ്ഡ് അതർ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ സൊസൈറ്റൽ നോംസും സൊസൈറ്റൽ സാങ്ഷൻസും ഒക്കെയാണ് നമ്മള് പോലും അറിയാണ്ട് നമ്മുടെ ബീയിങ്ങിനെ മനസ്സിലാക്കുന്നത് ഈ ഒരു അതറുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണല്ലോ. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആ സൊസൈറ്റിയിലെ നോംസും കൾച്ചറൽ നോംസും അല്ലെങ്കിൽ കോണ്ടക്ച്വൽ റിലേഷൻസിൽ നിന്നുകൊണ്ടാണല്ലോ ഞാൻ ഉണ്ടായി വരുന്നത്. അപ്പോൾ ജനറലൈസ്ഡ് അതർ എന്നുള്ളത് ഒരു ലാർജർ സൊസൈറ്റിയിൽ അതർ ആണെങ്കിൽ, സിഗ്നിഫിക്കന്റ് അതറിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അല്ലെ. ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലിയൽ സെറ്റപ്പ്, ഒരു സൊസൈറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഫെമിലിയൽ സെറ്റപ്പിലോട്ട് വരുമ്പോൾ നമ്മുടെ പാരന്റ്സും അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മുടെ സിഗ്നിഫിക്കന്റ് അതേഴ്സ് ആവുക അല്ലെ. നമ്മുടെ സിബ്ലിങ്സും നമ്മുടെ ഫാമിലിയും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലിയും ഒക്കെയാണ് നമ്മുടെ സിഗ്നിഫിക്കന്റ് അതർ ആവുക. അപ്പോ ഏതാണെങ്കിലും ഈ ജനറലൈസ്ഡ് അതറും സിഗ്നിഫിക്കന്റ് അതറും ഒക്കെ തന്നെയും ആരുടെ ക്രിയേഷൻ ആണ്? അത് മീയുടെ ക്രിയേഷൻ ആണ് അല്ലെ. കാരണം മീ ആണ് സബ്ജക്റ്റീവ് സെൽഫ്. ഐ എന്നുള്ളത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് സെൽഫ് ആണെങ്കിൽ, മീ എന്നുള്ളത് ഇതുപോലെ സോഷ്യലൈസേഷനിലൂടെ ഉണ്ടായി വരുന്ന സബ്ജക്റ്റീവ് സെൽഫ് ആണ് അല്ലെ. അപ്പൊ മീയുടെ ക്രിയേഷൻ ആണ് ജനറലൈസ്ഡ് അതറും സിഗ്നിഫിക്കന്റ് അതറും എന്നുള്ളത്. മീഡിനെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഇത്. പക്ഷെ ഇതൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വേർഡിങ്സ് മാറ്റിയിട്ടും അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസ് ചെയ്തിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ കുറച്ചുകൂടി ഡിറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണം എന്ന് തോന്നുന്നില്ല. പിന്നെ ഈഗോ സൂപ്പർ ഈഗോ ഒന്നും കണ്ട് കൺഫ്യൂഷൻ ആവണ്ട. അതൊക്കെ ക്വസ്റ്റ്യന് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ്, ഫ്രോയിഡിന്റെ കോൺസെപ്റ്റ് ആണെങ്കിൽ തന്നെയും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്ന കുറച്ച് കോമണാലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് അതൊക്കെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതായാലും ആൻസർ 7th ക്വസ്റ്റ്യന്റെ ആൻസർ ബി കേട്ടോ. And then comes attribute is related to 8th question. Attribute is related to qualitative variable, quantitative variable, constant and none of the above. അപ്പൊ എന്താണ് ആട്രിബ്യൂട്ട് അല്ലെ? നമ്മുടെ റിസർച്ച് മെത്തഡോളജി ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വളരെ ലൈക്ക് കോമൺലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ആട്രിബ്യൂട്ട് എന്താ എന്നുള്ളത് ഓർമ്മ വരുന്നുണ്ടോ ആർക്കെങ്കിലും? ആൻസർ ഏതായാലും ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആണ് എന്നുള്ളതിൽ സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ആട്രിബ്യൂട്ട് എന്നുള്ളത് ഒരു ക്വാളിറ്റേറ്റീവ് വേരിയബിളിന്റെ ക്വാളിറ്റീനെയാണ് നമ്മളിപ്പോ, വളരെ റൂഡായിട്ടാണ് ഞാൻ പറയുന്നത്, പക്ഷെ ക്വാളിറ്റീനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് ആയിട്ട് പറയാറുള്ളത്. അതായത് ക്വാളിറ്റേറ്റീവ് വേരിയബിളിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഡിസ്റ്റിങ് ഗ്രൂപ്പ്സ് ആക്കാൻ നമുക്ക് പറയാം. ഒരു വേരിയബിളിനെ, ഒരു വേരിയബിളിനോട്ട് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന വാല്യൂസിന്, ആട്രിബ്യൂട്ട് ചെയ്യുന്ന എന്നുള്ള ഞാൻ ഒരു ഇംഗ്ലീഷ് വേർഡിന്റെ മീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്തതാണ്. അപ്പം ഒരു വേരിയബിളിന്റെ അണ്ടറിൽ വരുന്ന, ക്വാളിറ്റേറ്റീവ് വേരിയബിളിന്റെ അണ്ടറിൽ വരുന്ന കാറ്റഗറീസിനെയാണ് നമ്മൾ ശരിക്കും, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ഒരു സിംപിൾ ഇങ്ങനെ പറയാൻ പറ്റും. ഒരു ക്വാളിറ്റേറ്റീവ് വേരിയബിളിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ശരിക്കും ആട്രിബ്യൂട്ട് എന്ന് പറയാം. അപ്പൊ ഡെഫിനിഷൻ കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു സിമ്പിൾ ആയിട്ട് കളർ എന്നുള്ളത് ഒരു വേരിയബിൾ ആണെങ്കിൽ ഒരു ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആണല്ലോ അല്ലെ. ഒരിക്കലും ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിന് ആട്രിബ്യൂട്ട് നമ്മൾ പറയില്ല. നമ്മൾ ആട്രിബ്യൂട്ട് എപ്പോഴും, ആട്രിബ്യൂട്ട് എന്നുള്ള കാര്യം ആവശ്യമായി വരുന്നത് തന്നെ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആണ്. കാരണം ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ എപ്പോഴും ഡാറ്റാസ് ആണല്ലോ, അതിലോട്ട് അസൈൻഡ് ആവുക, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എപ്പോഴും ഡാറ്റാസ് ആയിരിക്കും. അപ്പം ന്യൂമറിക്കൽസ് വെച്ചിട്ട് തന്നെ നമുക്ക് അതിലോട്ട് ഈസിലി റെഫർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ക്വാളിറ്റേറ്റീവ് വേരിയബിളിന്റെ കേസ് വരുമ്പോൾ, ഇപ്പൊ കളർ എന്നുള്ള ഒരു ക്വാളിറ്റേറ്റീവ് വേരിയബിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ കളറിന്റെ വാല്യൂസ് എന്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കളർ എന്നുള്ള വേരിയബിളിലോട്ട് അസൈൻഡ് ആവുന്ന വാല്യൂസ് എന്ന് പറയുമ്പോൾ ന്യൂമറിക്കൽസ് എന്നുള്ള സെൻസിലുള്ള വാല്യൂസ് എന്തൊക്കെ ആയിരിക്കും? ഗ്രീൻ, റെഡ്, യെല്ലോ എന്ന് പറയുന്ന ഡിഫറെന്റ് കളേഴ്സ് ആണല്ലേ. ആ ഗ്രീൻ, യെല്ലോ, റെഡ് എന്നുള്ള ആ ഓരോ കളേഴ്സും ആണ് ശരിക്കും അവിടുത്തെ ആട്രിബ്യൂട്ട്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ അതിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയാം. അപ്പൊ ഗ്രീൻ എന്നുള്ള ഒരു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ആണ്. ആ ഗ്രീനിന്റെ അണ്ടറിൽ കുറെ ഗ്രീൻ വരാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ കുറെ ഗ്രീൻ വരാൻ പറ്റുന്നില്ല. അപ്പൊ ആ ക്വാളിറ്റീനെ തന്നെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിനാണ് ആട്രിബ്യൂട്ട് ഉണ്ടാവുക. ആട്രിബ്യൂട്ട് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. കോൺസ്റ്റന്റ് അല്ല, ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ അല്ല, നൺ ഓഫ് ദ എബോവ് അല്ല. കാരണം ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ഓൾറെഡി ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഓക്കെ, 9th question. The probation and parole are which form of punishment? പ്രൊബേഷനും പരോളും ഒക്കെ പരിചയമുള്ള ടേംസ് തന്നെ ആയിരിക്കുമല്ലോ അല്ലെ. എസ്പെഷ്യലി ഇന്നത്തെ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നമ്മള് പല രൂപത്തിൽ ന്യൂസ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. അല്ലെങ്കിൽ പലരും
ഈ ഒരു ഡിസ്കോഴ്സ് ഒക്കെ ആയിട്ട് എൻഗേജ് ചെയ്യുന്നതാണ്. ഡിറ്ററന്റ് പണിഷ്മെന്റ്, റിട്രിബ്യൂട്ടീവ് പണിഷ്മെന്റ്, എക്സ്ട്രാ മ്യൂറൽ പണിഷ്മെന്റ്, എക്സ്ട്രാ മ്യൂറൽ ട്രീറ്റ്മെന്റ്, നൺ ഓഫ് ദി അബവ്. പറയാൻ പറ്റുമോ? ആൻസർ ഈസ്, 9th ക്വസ്റ്റ്യന്റെ ആൻസർ ഈസ് ലൈക് പ്രൊബേഷനും പരോൾ ഒക്കെ തന്നെയും എക്സ്ട്രാ മ്യൂറൽ ട്രീറ്റ്മെന്റിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോംസ് ആയിട്ട് പറയാൻ പറ്റും കേട്ടോ. കാരണം എക്സ്ട്രാ മ്യൂറൽ എന്ന് പറഞ്ഞാൽ തന്നെ മീനിങ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എക്സ്ട്രാ മ്യൂറൽ ബിയോണ്ട് വാൾസ് അല്ലെങ്കിൽ ബിയോണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അതായത് ബിയോണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ബിയോണ്ട് പ്രിസൺ, പ്രിസൺ ആണല്ലോ ഇവിടെ പ്ലേ ചെയ്യുന്ന മേജർ. പണിഷ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രൊബേഷൻ പരോൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെയും പ്രിസണായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ് ആണല്ലോ. പ്രിസന്റെ പുറത്ത് ഇവരെ ട്രീറ്റ് ചെയ്യുന്നതിന്, പ്രിസണേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു അവസരം കൊടുക്കുന്ന മെത്തേഡ്സ് ഓഫ് പണിഷ്മെന്റ് ആണ് പ്രൊബേഷനും പരോളും ഒക്കെ തന്നെയും എന്നുള്ളത് കൊണ്ട് എക്സ്ട്രാ മ്യൂറൽ പണിഷ്മെന്റ് ആയിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോ പ്രൊബേഷൻ എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ടാവുമല്ലോ, പ്രൊബേഷന് നമ്മള് പ്രിസൺ സെന്റൻസ് കൊടുക്കുന്നതിന് പകരം ആളുടെ പ്രീവിയസ് ഇപ്പൊ കൺവിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അലീജ്ഡ് ആയിട്ടുള്ള ആളുടെ പ്രീവിയസ് റെക്കോർഡ്സ് ഒക്കെ നോക്കി, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് ഈ പ്രിസൺ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ജഡ്ജ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് മിനിമൽ അല്ല, ജഡ്ജ് ആവശ്യപ്പെടുന്ന ഫോം ഓഫ് കണ്ടക്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പ്രിസൺ സെന്റൻസിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്രൊബേഷൻ പീരീഡ് കൊടുക്കുക എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട് അല്ലെ. അപ്പോ പ്രിസൺ സെന്റൻസിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് എന്നുള്ളതാണ് പ്രൊബേഷനെ പരോളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതായത് ജയിലിലോട്ട് എടുക്കുന്നതിന് പകരം സൊസൈറ്റിയിൽ തന്നെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ അയാളുടെ തന്നെ എൻവയോൺമെന്റിൽ ജീവിക്കാനുള്ള അവസരം കൊടുക്കുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും പ്രൊബേഷനോട് ബന്ധപ്പെട്ട കുറെ റൂൾസ് ഉണ്ടാവും. ഇടയ്ക്കൊന്ന് ഹാജരാവാൻ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമെങ്കിൽ കൂടെ പ്രിസണിലോട്ട് അല്ലെങ്കിൽ പ്രിസൺ സെന്റൻസ് കൊടുക്കാണ്ട് അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കുന്ന ലെവൽ ഓഫ് പണിഷ്മെന്റ് ലൈക് മോഡ് ഓഫ് പണിഷ്മെന്റ് ആണ് പ്രൊബേഷൻ. എങ്കിൽ പരോള് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വേർഡ് ആണ് അല്ലെ. പരോള് ഒരു കുറച്ചു കാലം ജയിലിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ആളുടെ ബിഹേവിയറും അല്ലെങ്കിൽ ബാക്കി കുറെ കാര്യങ്ങളൊക്കെ അയാൾക്ക് മേലെ ചുമത്തപ്പെട്ട ചാർജിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് മോസ്റ്റ്ലി നിൽക്കുക. അങ്ങനെ ഇരിക്കെ തന്നെ ഓൾറെഡി സെന്റൻസ് ചെയ്ത ആ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പുറത്തിറങ്ങാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണല്ലേ. അതിനും കുറെ റെസ്ട്രിക്ഷൻസും കുറെ കണ്ടീഷൻസും ഒക്കെ ഉണ്ടാവും. ഏതായാലും രണ്ടും തന്നെയും പ്രിസണിന് പുറത്തിറങ്ങി സൊസൈറ്റിയിലോട്ട് ഇറങ്ങി അവരുടെ സൊസൈറ്റൽ ജീവിതം തന്നെ, സോഷ്യൽ ലൈഫ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്ന എക്സ്ട്രാ മ്യൂറൽ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ആണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആണ്, പക്ഷെ നമുക്ക് ഈ ടെർമിനോളജീസ് പരിചയം ഇല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവാനും ആൻസേഴ്സ് തെറ്റിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത്. Was envisioned an alternative stage, an alternative society in which speech will cease to govern the stage. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. സ്പീച്ച് നമ്മുടെ സോഷ്യൽ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതിൽ തർക്കമില്ല അല്ലെ. സ്പീച്ച് ആണ് നമ്മുടെ ജീവിതത്തിനെ ഗവേൺ ചെയ്യുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. എന്നാൽ സ്പീച്ച് മൊത്തത്തിലുള്ള സോഷ്യൽ ലൈഫിനെ ഗവേൺ ചെയ്യുന്നത് സീസ് ചെയ്യുന്ന ഒരു കാലഘട്ടം വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് സ്റ്റേജ് നമുക്ക് എൻവിഷൻ ചെയ്യാൻ പറ്റും എന്ന് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആരാ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് ഫൂക്കോ. നമുക്ക് അറിയുന്നുണ്ട് എല്ലാവരും, ഇവരൊക്കെ പോസ്റ്റ് സ്ട്രക്ചറൽ തിയറിറ്റീഷ്യൻസ് ആണല്ലോ. ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ഫൂക്കോ ഉണ്ട്, ദെറീദ ഉണ്ട്, ലെമോർട്ട് ഉണ്ട്, നൺ ഓഫ് ദി അബവ് ഉണ്ട്. ഓപ്ഷൻ റൈറ്റ് ആൻസർ ഈസ് ദെറീദ അല്ലെ. ഡികൺസ്ട്രക്ഷന്റെ ആള്. ക്വസ്റ്റ്യൻ വായിച്ചപ്പോ തന്നെ അത് ഓർമ്മ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. Derrida suggested an alternative stage where speech no longer governs, emphasizing the importance of written text and limitations of traditional linguistic structures. റിട്ടൺ ടെക്സ്റ്റിലോട്ട് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന വെർബൽ സ്പീച്ചിന്റെ ഇമ്പോർട്ടൻസ് ഡിമിനിഷ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം വരും എന്നുള്ളതിൽ അങ്ങനെ ഒരു കാലഘട്ടം എന്നുള്ള അർത്ഥത്തിൽ, ഞാൻ ഒരു എപ്പോക്ക് എന്നുള്ള അർത്ഥത്തിൽ ഒരു പ്രൊഡിക്ഷൻ ആയിട്ട് പറയല്ല, നേരെ മറിച്ച് അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് സ്റ്റേജ് ഉണ്ട്, ഒരു ഓൾട്ടർനേറ്റീവ് സൊസൈറ്റിനെ കുറിച്ച് എൻവിഷൻ ചെയ്തിട്ടുണ്ട് ദെറീദ എന്നുള്ളതാണ് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത് കേട്ടോ. റിട്ടൺ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ ടെക്സ്റ്റൽ എൻഗേജ്മെന്റ് ആയിട്ട് ബേസ് ചെയ്തിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ ഡീകൺസ്ട്രക്ഷനും ബാക്കി ഫർദർ തിയറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ അതൊരു കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാലും മതി കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ 11th question. Who among the following is a proponent of dialectical approach to the study of Indian society? ഇന്ത്യൻ സൊസൈറ്റിനെ പഠിക്കാൻ ഡയലക്ടിക്കൽ അപ്രോച്ച് യൂസ് ചെയ്തിട്ടുള്ള ഡയലക്ടിക്സ് നമുക്കറിയാലോ, ക്ലാസിക്കൽ സോഷ്യോളജിയിലും അല്ലെങ്കിൽ അതിന് മുമ്പ് യൂസ് ചെയ്തതൊക്കെ അല്ലെങ്കിൽ പോപ്പുലറൈസ് ചെയ്തതൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. അപ്പോ ഡയലക്ടിക്കൽ അപ്രോച്ച് ഇന്ത്യൻ സോഷ്യോളജിയിൽ ഇന്ത്യൻ സൊസൈറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വൈഡ്ലി യൂസ് ചെയ്ത മേജർലി യൂസ് ചെയ്ത ആൾ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ ലൈക്ക് എം എൻ ശ്രീനിവാസ്, ഡി പി മുഖർജി, ആന്ധ്ര ബേത്തെ ആൻഡ് വൈ ബി ഡാംലെ അല്ലെ. പറഞ്ഞു നോക്കൂ, ഓർമ്മ വരുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, ആൻസർ ഈസ് ഡി പി മുഖർജി അല്ലെ. ഡി പി മുഖർജി മാർക്സിസ്റ്റ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. അദ്ദേഹത്തിന്റെ ഒരു മേജർ മെത്തഡോളജിക്കൽ അപ്രോച്ചും ഡയലക്ടിക്കൽ മെത്തേഡ് ആയിരുന്നു എന്നുള്ളത് മുഖർജിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ഇന്ത്യൻ സൊസൈറ്റി ഇപ്പൊ ട്രഡീഷനും മോഡേണിറ്റിയും തമ്മിലുള്ള ഒരു ഡയലക്ടിക്സ് ഒക്കെ ഇന്ത്യൻ സൊസൈറ്റിയുടെ കാര്യത്തിൽ വരുമ്പോൾ വളരെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡയലക്ടിക്കൽ അപ്രോച്ച് ആണ് ഇന്ത്യൻ സൊസൈറ്റിനെ പഠിക്കാൻ അതുകൊണ്ട് തന്നെ വേണ്ടത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പം മോഡേണിറ്റി അല്ലെങ്കിൽ ട്രഡീഷൻ ഒക്കെ ആയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ മേജർ എൻഗേജ്മെന്റ് ഏരിയാസ്. അപ്പോൾ അത് തമ്മിലുള്ള ഡയലക്ടിക്കൽ റിലേഷൻസിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഇൻഡിവിജ്വലും കളക്റ്റീവ്, ഇന്ത്യൻ സൊസൈറ്റിക്ക് കളക്റ്റീവ് സെൻസ് വല്ലാണ്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ശീലം മൊത്തത്തിലുണ്ടല്ലോ എല്ലാ സോഷ്യോളജിക്കൽ സ്റ്റഡീസിലും അല്ലെങ്കിൽ പ്രൊമിനന്റ് സോഷ്യോളജിക്കൽ സ്റ്റഡീസിലൊക്കെ. അപ്പം അവിടെ കളക്റ്റീവ് സെൻസ് ഉണ്ടായിക്കെ തന്നെ ഈ ഇൻഡിവിജ്വൽസ് തന്നെയാണ് കളക്റ്റീവിലും ഫോം ചെയ്യുന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ കളക്റ്റീവ് തന്നെയാണ് ഇൻഡിവിജ്വൽസിനെ ഫോം ചെയ്യുന്ന അർത്ഥത്തിലൊക്കെ ഇന്ത്യൻ സൊസൈറ്റിയിലെ ഇൻഡിവിജ്വാലിറ്റിനെയും സെന്റിമെന്റ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹം കമന്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അപ്പോ ഡയലക്ടിക്കൽ അപ്രോച്ച് യൂസ് ചെയ്തിട്ടുള്ള ആള് ഡി പി മുഖർജിയാണ് കേട്ടോ. And now അടുത്ത question, 12th question. The concept of structural visibility was contributed by whom? Structural visibility എന്നുള്ള കോൺസെപ്റ്റ് ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ്. പാഴ്സൺസ്, മേർട്ടൺ, ബ്രൗൺ, റാഡ്ക്ലിഫ് ബ്രൗൺ ആൻഡ് എസ് എഫ് നാദൽ എന്നുള്ള 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. And the right answer is structural visibility എന്നുള്ളതാണ്. ആൻസർ ഈസ് മേർട്ടൺ ആണ് കേട്ടോ. മേർട്ടൺ റോൾസിനെ കുറിച്ചൊക്കെ കുറെ പഠിച്ചത് നമുക്ക് അറിയാലോ. ശരിക്കും സ്ട്രക്ചറൽ വിസിബിലിറ്റി എന്നുള്ള ടെർമിനോളജി അദ്ദേഹം കോയിൻ ചെയ്യുന്നത്, അദ്ദേഹം യൂസ് ചെയ്യുന്നത് ഒരു സൊസൈറ്റിയിലെ ഡിഫറെന്റ് പൊസിഷൻസിൽ നമ്മൾ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻസ് നമുക്ക് തരുന്ന വിസിബിലിറ്റി ഉണ്ട്. ഓരോ സൊസൈറ്റൽ ഹൈറാർക്കിയിൽ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും ലഭിക്കുന്ന സ്ട്രക്ചറൽ ഓപ്പർച്യൂണിറ്റീസും അദ്ദേഹം മോൾഡഡ് ആവുന്ന സ്ട്രക്ചറൽ ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ട്രക്ചറൽ പൊസിഷനിൽ കിട്ടുന്ന വിസിബിലിറ്റി നൽകും. ഓരോരുത്തർക്കും സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് വരുന്ന വിസിബിലിറ്റിനെ ആണ് അദ്ദേഹം സ്ട്രക്ചറൽ വിസിബിലിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം അനമിനെ കുറിച്ച് മറ്റേ ആ ബുക്കിന്റെ പേര് എന്തായിരുന്നു, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് അനമി എന്നുള്ള വർക്കിലാണ് ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നത്. Structural visibility refers to a degree to which social roles and positions are clearly defined and recognized within a society, affecting individuals' access to opportunities and resources. Positions within social structures influence their opportunities and behaviors. Clear ആണല്ലോ. ഓരോ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വിസിബിലിറ്റി നമ്മൾ ആ സ്ട്രക്ചറിൽ നമ്മുടെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കും അല്ലെ. അത്രേ ഉള്ളൂ. അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ മതി. മേർട്ടൺ ആണ് ഏതായാലും റോൾസിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ പഠിച്ച ആള് എന്നുള്ള കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കാവുന്നതാണ്. സ്ട്രക്ചറൽ വിസിബിലിറ്റി the concept was by Merton. Arrange a logical order in which Peter Berger has explained. പീറ്റർ ബർജർ അടുത്ത 13th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പീറ്റർ ബർജർ ഡിസ്കസ് ചെയ്ത ഓർഡറിൽ കാര്യങ്ങളെ നോക്കാനാണ് പറയുന്നത്. ആ ഓർഡർ ചൂസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഹാബിറ്റലൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, ലെജിറ്റിമേഷൻ, എക്സ്റ്റേണലൈസേഷൻ, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് 4 ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അറിയുന്നുണ്ടാവുമല്ലോ അല്ലെ. പീറ്റർ ബർജറിന്റെ കൺസ്ട്രക്ഷൻ ഓഫ് സോഷ്യൽ റിയാലിറ്റി എങ്ങനെയാണ് കൺസ്ട്രക്റ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ റിയാലിറ്റി എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ മേജർ ഏരിയ ഓഫ് സ്റ്റഡി. അപ്പോ ഈ റിയാലിറ്റി ഉണ്ടായി വരുന്നതിന്റെ സ്റ്റെപ്സ് ആയിട്ടാണ് അദ്ദേഹം ഈ 4 കോൺസെപ്റ്റ്സ് മുന്നോട്ട് വെച്ചത്. ആ കൺസ്ട്രക്ട് ചെയ്ത് വരുന്ന പ്രോസസ്സിന്റെ ഒരു
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോർമുലേഷൻ ആണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഓർഡർ ആണ് ചോദിക്കുന്നത്. ആൻസർ ഈസ് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. ഹാബിച്വലൈസ് ചെയ്യുമ്പോൾ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് ഒരു സോഷ്യൽ റിലേഷൻ, അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു സിസ്റ്റം ഹാബിച്വലൈസേഷൻ എന്നുള്ളതായിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതാണ്. അതായത് സബ്ജക്ട് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ഒരു ബിഹേവിയറിനെ ഹാബിച്വലൈസ് ചെയ്യുക, ഡെയിലി അതിനെ റുട്ടീനൈസ് ചെയ്യുക, എന്നിട്ട് അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഒരു റിയാലിറ്റി ഉണ്ടായി വരുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പം സ്റ്റുഡൻസ് എല്ലാവരും യൂണിവേഴ്സിറ്റിയിൽ കുറെ പേര് സ്റ്റുഡൻസ് എല്ലാവരും കുറെ ആളുകൾ യൂണിവേഴ്സിറ്റീസിലോട്ട് പോയി തുടങ്ങുന്നു, അല്ലെങ്കിൽ കോളേജിലോട്ടും സ്കൂളിലോട്ടൊക്കെ പോയി തുടങ്ങുന്നു എന്നുള്ളിടത്താണ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കാര്യത്തിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് അല്ലെ. സ്കൂൾ സ്റ്റുഡൻസ് പോയി തുടങ്ങുന്നു ഫാക്കൽറ്റീസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരു യൂണിവേഴ്സിറ്റി സെറ്റപ്പിലൂടെ ആലോചിക്കാണ്ട് പഠിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കുട്ടികളും പഠിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ടീച്ചേഴ്സും ഉണ്ടായി വരുമ്പോൾ അതിനൊരു ഹാബിച്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആക്കി മാറ്റുമ്പോഴാണ് ഈ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു സംഭവം പിന്നീട് മെല്ലെ മെല്ലെ ഉണ്ടായി വരുന്നത് അല്ലെ. അപ്പം ഹാബിച്വലൈസേഷൻ എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഹാബിറ്റ്സ് ഇപ്പൊ പറഞ്ഞു വെച്ച ഹാബിറ്റ്സിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല, ജസ്റ്റ് നമ്മൾ ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ലല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ബിഹേവിയർ ഹാബിച്വലൈസ് ചെയ്യുക, പിന്നീട് അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുക, അതേ തുടർന്ന് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലെജിറ്റിമസി ഉറപ്പുവരുത്താൻ വേണ്ടി അതിന്റെ നിലനിൽപ്പിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന അർത്ഥത്തിൽ, അതിനെ ലെജിറ്റിമേറ്റ് ആക്കുന്ന അർത്ഥത്തിലുള്ള ലെജിറ്റിമൈസ് ചെയ്യുക, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന അർത്ഥത്തിൽ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അർത്ഥത്തിലുള്ള ലെജിറ്റിമൈസേഷൻ സ്റ്റേജ് ആണ് അടുത്തത്. അതിനുശേഷം അതോടുകൂടി സൊസൈറ്റിയിൽ ലെജിറ്റിമസി കൂടെ കിട്ടിയതിനു ശേഷം പിന്നീട് എക്സ്റ്റേണലൈസേഷൻ ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഇറ്റ്സെൽഫ് നമ്മളിപ്പോ ജസ്റ്റ് സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ട് വന്നിട്ടുള്ള ഒരു ബിഹേവിയറിനെ ഹാബിച്വലൈസ് ചെയ്ത് അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് അതിന് ലെജിറ്റിമേറ്റ് ആയിട്ട് മനസ്സിലാക്കുന്നതോടുകൂടി ആ ഉണ്ടായി വന്ന ആ ഒരു റിയാലിറ്റിക്ക് ഇറ്റ്സെൽഫ് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവുകയാണ്. പിന്നീട് അത് ആ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ഇൻഡിവിജ്വൽസിനൊക്കെ പുറമെ അതിന് ഇറ്റ്സെൽഫ് തന്നെ ഒരു റിയാലിറ്റി ആയിട്ട് ആളുകൾ മനസ്സിലാക്കി, ഒരു ഒബ്ജക്ടിഫൈഡ് റിയാലിറ്റി ആയിട്ട് ആളുകൾ മനസ്സിലാക്കുകയും അങ്ങനെ എക്സ്റ്റേണലൈസ്ഡ് ആയിട്ടുള്ള റിയാലിറ്റി ആയിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് ആ റിയാലിറ്റി കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ആ ഒരു മൊത്തം സൊസൈറ്റൽ റിയാലിറ്റിയുടെ ഭാഗമാകുന്നത് അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്റ്റുഡൻസും കുറച്ച് ആളുകൾ പഠിക്കാനും കുറച്ച് ആളുകൾ പഠിപ്പിക്കാനും റെഡിയായി എന്നുള്ള ആ ഒരു ബിഹേവിയറൽ ആ ഒരു ഡെവലപ്മെന്റിനെ പിന്നീട് ഇപ്പൊ യൂണിവേഴ്സിറ്റീസ് ഒക്കെ വന്ന് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു. ആ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തതിന് ശേഷം തന്നെ യൂണിവേഴ്സിറ്റീസും സ്കൂൾസ് ഒക്കെ ഉണ്ടായി വന്നു. പിന്നീട് അതിനെ ലെജിറ്റിമേറ്റ് ചെയ്യുന്ന അർത്ഥത്തിൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് എത്ര ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതിനെ കുറിച്ചുള്ള ലെജിറ്റിമസി കൊടുക്കുന്ന അർത്ഥത്തിലുള്ള ഡിസ്കോഴ്സ് ഉണ്ടായി വരുന്നു എന്നുള്ളതോടുകൂടി പിന്നെ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സെൽഫ് തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഒരു റിയാലിറ്റി ഉണ്ടായി വരുന്നുണ്ടല്ലോ. അപ്പം യൂണിവേഴ്സിറ്റി പോവാന്ന് പറഞ്ഞാൽ വളരെ ലൈക്ക്, അല്ലെങ്കിൽ കോളേജിലും എഡ്യൂക്കേഷനും ഒക്കെ ആർക്കും തന്നെ ഒരു എക്സെപ്ഷൻ പോസിബിൾ അല്ലാത്ത അർത്ഥത്തിൽ ഒരു റിയാലിറ്റി അതിനുണ്ടായി വന്നു എന്നുള്ളിടത്താണ് അതൊരു കൺസ്ട്രക്റ്റഡ് റിയാലിറ്റി, ഫുൾ ഫോമില് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള റിയാലിറ്റി ആയിട്ട് അത് മാറുന്നത് അല്ലെ. എക്സാമ്പിൾ ഹെൽപ്പ് ചെയ്യുന്ന വിചാരിച്ച് പറഞ്ഞതാണ്, ഹെൽപ്പ് ചെയ്തോ എന്നറിയില്ല. ഓക്കെ, ഏതായാലും ഹാബിച്വലൈസ് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുക, ലെജിറ്റിമൈസ് ചെയ്യുക ആൻഡ് എക്സ്റ്റേണലൈസ് ചെയ്യുക എന്നുള്ളതാണ് പീറ്റർ ബർജർ സോഷ്യൽ കൺസ്ട്രക്ഷന്റെ സ്റ്റെപ്സ് ആയിട്ട് പറയുന്നത്, സോഷ്യൽ റിയാലിറ്റി കൺസ്ട്രക്ഷന്റെ സ്റ്റെപ്സ് ആയി പറയുന്നത് കേട്ടോ. ഇനി അടുത്തൊരു ഓപ്ഷൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് യൂസ്ഡ് ബൈ ഗാർഫിംഗർ ഇൻ ഹിസ് എക്സ്പോസിഷൻ ഓഫ് എത്നോ മെത്തഡോളജി. എത്നോ മെത്തഡോളജിയുടെ ഭാഗമായിട്ട് ഗാർഫിംഗർ യൂസ് ചെയ്ത മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എത്നോ മെത്തഡോളജി അറിയുന്നുണ്ടാവുമല്ലോ, ഓരോ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണ് അവര് സോഷ്യൽ ഓർഡറിനെ സെൻസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റൽ ഓർഡറിനൊക്കെ മനസ്സിലാക്കുന്നത്, സെൻസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എത്നോ മെത്തഡോളജിയുടെ ഒരു കൺസേൺ അല്ലെ. അപ്പൊ അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എങ്ങനെയാണ് സൊസൈറ്റിനെ മനസ്സിലാക്കുന്നത്, സൊസൈറ്റൽ ഓർഡറിനെ മനസ്സിലാക്കുന്നത്, എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
ഡോക്യുമെന്ററി മെത്തേഡ് ഉണ്ട്, ബ്രീച്ചിങ് എക്സ്പെരിമെന്റ്സ് ഉണ്ട്, റെസിപ്രോസിറ്റി ഓഫ് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്, എറ്റ്സെട്ര പ്രിൻസിപ്പിൾ ഉണ്ട്. ആൻസർ എന്തായിരിക്കും? ഡോക്യുമെന്ററി മെത്തേഡ് മെത്തഡോളജിന്റെ ഒരു ഫേമസ് ലൈക്ക് വളരെ പാർട്ട് ആൻഡ് പാർസൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് അല്ലെ. അതായത് ഇന്ററാക്ഷൻസിനെ സ്വാഭാവികമായിട്ടും ആളുകൾ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിന് സെൻസ് ഉണ്ടാക്കുന്നതിൽ അവർ ചുറ്റുള്ള സ്റ്റാറ്റസ് കോനെ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഓർഡറിനൊക്കെ സെൻസ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ഒന്നാമത്തെ മെത്തേഡ് ഡോക്യുമെന്ററി മെത്തേഡ് തന്നെയാണ് അവർ പ്രിഫർ ചെയ്യാറുള്ളത്. അതായത് ആ റിലേഷൻസിനെയും അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസിനെയും ഒക്കെ ആളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസിനെയും അവരും ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള എൻഗേജ്മെന്റ്സിനെയും ഒക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ട് അതിനെ കുറച്ചുകൂടെ ന്യൂആൻസ്ഡ് ആയിട്ട് പഠിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അത് ആ ഡോക്യുമെന്റുമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുക, അതുമായിട്ട് മാക്സിമം എൻഗേജ് ചെയ്യുക, അതിനെ ഒബ്സർവ് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ മെത്തേഡ്. അപ്പൊ ഡോക്യുമെന്ററി മെത്തേഡ് അതിന്റെ ഭാഗമാണ്. രണ്ടാമത്തെ ബ്രീച്ചിങ് എക്സ്പെരിമെന്റ്സും മെത്തഡോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തഡോളജിക്കൽ എലമെന്റ് ആണ്. ബ്രീച്ചിങ് മെത്തേഡ് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ സോഷ്യൽ ഓർഡറിനെ കുറിച്ച് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റെബിലിറ്റിനെ കുറിച്ചൊക്കെ ആണല്ലോ ഈ ആളുകളോട് സംസാരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുന്നത്. അണ്ടർലൈൻ സോഷ്യൽ സ്റ്റെബിലിറ്റി, സോഷ്യൽ ഓർഡർ ആണ് നമ്മൾ പഠിക്കാൻ നോക്കുന്നത്. അപ്പോ ഓർഡർ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിലവില് നമ്മള് കൈകൊള്ളുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന വേ ഓഫ് ലിവിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം, ഫോർ എക്സാമ്പിൾ ചില കാര്യങ്ങൾ ബ്രീച്ച് ചെയ്തുകൊണ്ട് കാര്യങ്ങളെ പരീക്ഷിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഫാമിലി സിറ്റുവേഷനിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ബിഹേവ് ചെയ്യുന്ന ഒരു വേ ഉണ്ട് അല്ലെ. വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സ്വഭാവത്തിലല്ലേ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മൾ പെരുമാറുക അല്ലെ. നമ്മളിപ്പോ പുറത്ത് ബാക്കിയുള്ള ആളുകളോടോ അല്ലെങ്കിൽ ഒഫീഷ്യൽ സെറ്റിംഗില് നമ്മൾ ബിഹേവ് ചെയ്യുന്ന പോലെയോ അല്ലല്ലോ നമ്മൾ ഫാമിലി സെറ്റിംഗിൽ ബിഹേവ് ചെയ്യാം. അപ്പോ ഒരു ദിവസം നമ്മൾ വളരെ ഒഫീഷ്യൽ ആയിട്ട് നമ്മുടെ വീടിന്റെ ഉള്ളിൽ പെരുമാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു നിലവിലുള്ള കുറെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബ്രീച്ച് ചെയ്തുകൊണ്ട്, ഒരു നോർമാലിറ്റിനെ ബ്രീച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ലെ. ബ്രീച്ച് ചെയ്യുന്ന പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പോ ആ ബ്രീച്ച് ചെയ്യുന്നതിലൂടെ ആ സമയത്ത് ഉണ്ടാവുന്ന ആളുകളുടെ റിയാക്ഷനിലൂടെ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് തോന്നുന്ന ഡിസ്കംഫർട്ടിലൂടെ അല്ലെങ്കിൽ പല അർത്ഥത്തിൽ അവിടെ നടക്കുന്ന ഡൈനാമിക്സിലൂടെ നമുക്ക് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സൊസൈറ്റി നിലനിൽക്കുന്നത്, എങ്ങനെയാണ് സൊസൈറ്റിയുടെ സോഷ്യൽ ഓർഡർ അതർവൈസ് എങ്ങനെയാണ് നോർമൽ ഓർഡർ എന്നുള്ളതിലോട്ടുള്ള ഒരു ഹിന്റ് നമുക്ക് ഒരു കാര്യത്തിന് ബ്രീച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ കിട്ടൂലേ. ആ ബ്രീച്ച് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ബ്രീച്ച് ചെയ്യുമ്പോൾ ഓർഡർ വയലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണല്ലോ അത് ബ്രീച്ച്ഡ് ആവുന്നത്. അപ്പോ ഓർഡറിനെ പഠിക്കാൻ വേണ്ടി എംപ്ലോയ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ബ്രീച്ചിങ് മെത്തേഡ് കേട്ടോ. ബ്രീച്ചിങ് മെത്തേഡ് എത്ര മെത്തഡോളജീസിൽ വളരെ കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും ഇതിൽ വരും എന്നുള്ളതാണ്. ആൻഡ് ദെൻ റെസിപ്രോസിറ്റി ഓഫ് പെർസ്പെക്റ്റീവ്സ് എന്നുള്ള ഒരു മെത്തേഡ് അവർ യൂസ് ചെയ്യുന്നില്ല. പെർസ്പെക്റ്റീവ്സിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മെത്തഡോളജിസ്റ്റുകളുടെ ഒരു മെത്തേഡ് അല്ല. ആൻഡ് ദെൻ എറ്റ്സെട്ര പ്രിൻസിപ്പിളും അങ്ങനെ തന്നെയാണ്. കാരണം എറ്റ്സെട്ര പ്രിൻസിപ്പിൾ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഒരിക്കലും മനുഷ്യന്മാർ ഇപ്പൊ രണ്ടാളുകൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ മൊത്തം സ്റ്റോറി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ കോണ്ടെക്സ്റ്റിലും നമ്മൾ ചിലപ്പോ രണ്ടാളുകൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും വളരെ കുറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ചിട്ടേക്കും ആളുകൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ വന്ന് നോക്കുമ്പോൾ അയാൾക്ക് കോണ്ടെക്സ്റ്റ് ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത അർത്ഥത്തിലേക്ക് ചിലപ്പോൾ ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. വളരെ എക്സെട്ര പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം മൊത്തം പിക്ചറിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമായിരിക്കും നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൂടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും അത് കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവാനും പെർസീവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലൈക്ക് മനസ്സിലാവാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പം ഓരോ കോണ്ടെക്സ്റ്റിൽ കാര്യങ്ങൾ പറയുമ്പോഴും ചെയ്യുമ്പോഴാണ് അതിന് മൊത്തത്തിൽ മീനിങ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പോ ആ കോണ്ടെക്സ്റ്റില് അണ്ടർലൈങ് ആയിട്ടുള്ള റൂൾസും ഓർഡേഴ്സും എന്തൊക്കെയാണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ എറ്റ്സെട്ര പ്രിൻസിപ്പിൾ, അതായത് ആളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ അങ്ങനെ ഫുള്ളി കംപ്ലീറ്റഡ് അല്ലാത്ത ബ്രോക്കൺ ആയിട്ടുള്ള ഇന്ററാക്ഷൻസിനെ അല്ലെങ്കിൽ ഓരോ കോണ്ടെക്സ്റ്റിൽ നടക്കുന്ന ഇന്ററാക്ഷൻസിനെ പഠിക്കുക, അതുവഴി പറയാണ്ട് പറയുന്ന റൂൾസിനെയും അതായത് സൊസൈറ്റൽ അണ്ടർപിന്നിങ്സിനെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മെത്തഡോളജിസ്റ്റുകൾ സ്വീകരിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഈ മൂന്ന് മെത്തേഡ്സ് ഡോക്യുമെന്ററി മെത്തേഡും ബ്രീച്ചിങ് എക്സ്പെരിമെന്റ്സും ആൻഡ് ദെൻ എറ്റ്സെട്ര പ്രിൻസിപ്പിളും. അപ്പോൾ ഓപ്ഷൻ ഏതായിട്ട് വരും? ACD എന്ന് പറയുമ്പോൾ C ഓപ്ഷൻ ആണ് മെത്തഡോളജിയുടെ മെത്തേഡ്സിന്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാനുള്ളത് കേട്ടോ.
ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അയ്യോ, ഞാൻ റെസിപ്രോസിറ്റി ഓഫ് പെർസ്പെക്റ്റീവ്സ് മെത്തഡോളജിയുടെ ഓപ്ഷൻ മെത്തഡായിട്ട് വരും കേട്ടോ. സോറി, ഞാൻ ഒന്ന് ചിന്ത മാറിപ്പോയതാണ്. റെസിപ്രോസിറ്റി ഓഫ് പെർസ്പെക്റ്റീവ്സ് ഒരു ഇന്ററാക്ഷൻ സെറ്റിംഗിൽ ആലോചിച്ചാൽ മതി. നമ്മൾ പറഞ്ഞല്ലോ, ആളുകൾ എങ്ങനെയാണ് സോഷ്യൽ ഓർഡറിന് സെൻസ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇതിനെ മെത്തഡോളജിയിൽ പഠിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പെർസ്പെക്റ്റീവ്സിന്റെ റെസിപ്രോസിറ്റി സംഭവിക്കുന്നത് എങ്ങനെയാണ് ഒരു 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 ഇന്ററാക്ഷനിൽ അടുത്തൊരാളും റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ, ഒരു പെർസ്പെക്റ്റീവിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു അണ്ടർലൈൻ കോണ്ടെക്സ്റ്റ് ഉണ്ട്, അവിടെ വർക്ക് ആവുന്ന കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ വർക്ക് ആവുന്ന വേറെ കുറെ പാറ്റേൺസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പാറ്റേൺസിനെയും അതുവഴി സോഷ്യൽ ഓർഡറിലോട്ടുള്ള ആക്സസിനെയും ഒക്കെ കുറിച്ച് എത്നോ മെത്തഡോളജിസ്റ്റിൽ കൺസേൺഡ് ആണ്. അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള 4 മെത്തേഡ്സും ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് റെസിപ്രോസിറ്റി ഓഫ് പെർസ്പെക്റ്റീവ്സ് എന്നുള്ളത് ഞാൻ ആലോചിക്കാണ്ട് പറഞ്ഞു പോയതാണ്. ഏതായാലും ABCD എന്നുള്ള 4 ഓപ്ഷൻസും എത്നോ മെത്തഡോളജിസ്റ്റുകളുടെ മെത്തേഡ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ. ഇൻ ഡിഫൈനിങ് നാഷണലിസം, സോറി അതല്ല, അതിന് തൊട്ടുമുള്ള ക്വസ്റ്റ്യൻ. Giddens concept of regionalization implies that the reproduction of relations not only across time but also space. Giddens in the concept of regionalization കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ എന്നുള്ളതാണ് അല്ലെ. Reproduction of relations not only across time but also space. Reproduction of relations across time മാത്രമല്ല, across സ്പേസിലും reproduction of relations എന്നുള്ളതാണോ അതല്ല. The process of social change is limited by regions എന്നാണോ regionalization എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല. A regional society starts influencing others എന്നുള്ളതാണോ? ഇനി അതുമല്ല, the mainstream society acquires the features of regional society എന്നുള്ളതാണ്. mainstream society regional society ഫീച്ചേഴ്സിനെ അക്വയർ ചെയ്യുക എന്നുള്ളതാണ് regionalization എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് എ അല്ലേ. അതായത് regionalization refers to structuring of social activities across time and space, emphasizing the temporal and spatial dimensions of social life. സോഷ്യൽ ലൈഫ് ഇപ്പോ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോ അക്രോസ് ടൈം മാത്രമല്ല സോഷ്യൽ റിലേഷൻസ് ആൻഡ് സോഷ്യൽ ലൈഫ് സ്ട്രക്ചേർഡ് ആവുന്നത്, നേരെ മറിച്ച് ഓരോ സ്പേസസിനും അതിന്റെ കാര്യത്തിൽ സോഷ്യൽ ലൈഫിനെ സ്ട്രക്ചർ ചെയ്യുന്ന കാര്യത്തിൽ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്നാണ് ഗിഡൻസ് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ലൈബ്രറി എന്നുള്ള ഒരു സ്പേഷ്യൽ സെറ്റപ്പ് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ആ ലൈബ്രറിയിൽ ആളുകൾ ബിഹേവ് ചെയ്യുന്നതും ആ ലൈബ്രറിയിൽ ആളുകൾ വരുമ്പോൾ അവർ തമ്മിൽ ഉണ്ടാവുന്ന ഇന്ററാക്ഷൻസിന്റെ ഒരു ഡൈനാമിക്സും, അല്ലെങ്കിൽ ലൈബ്രറിയിലെ ഡിഫറെന്റ് ആളുകളുടെ റോൾസിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആ അർത്ഥത്തിൽ ലൈബ്രറി എന്നുള്ള ഒരു സ്പേഷ്യൽ റിയാലിറ്റി അവിടെ മൊത്തത്തിൽ സോഷ്യൽ ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ റീജിയൻ ഒരു റീജിയന് യഥാർത്ഥത്തിൽ സോഷ്യൽ ലൈഫിനെ സ്ട്രക്ചർ ചെയ്യുന്നതിൽ റോൾ ഉണ്ട് എന്നാണ് റീജിയണലൈസേഷൻ എന്റെ സ്പേഷ്യൽ ഡയമെൻഷനിലോട്ട് കൂടെ ശ്രദ്ധ തിരിച്ചു എന്നുള്ളതാണ് ഗിഡൻസിന്റെ ഈ കോൺസെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത്. ഇൻ ഡിഫൈനിങ് നേഷണലിസം, AR ദേശായി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഏത് തിയറീഷ്യൻ, ഏത് ഹിസ്റ്റോറിയൻ ആണ് AR ദേശായിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഇൻ ഹിസ് നാഷണലിസ്റ്റിക് സ്റ്റഡി ഓഫ് നാഷണലിസം എന്നാണ്. നാഷണലിസ്റ്റിക് സ്റ്റഡീസ് അല്ല, സോറി, സ്റ്റഡി ഓഫ് നാഷണലിസം എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ SM ലിപ്സെറ്റ്, EH കാർ, മാക്സ് വെബർ, ലൂയിസ് അൽത്തൂസർ എന്നുള്ള 4 പേരുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആൻസർ CH കാർ. EH കാറിൽ അറിയുന്നുണ്ടാവും, ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ ആണ്. ഏകദേശം അതിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, എസ്പെഷ്യലി നാഷണലിസം സ്റ്റഡീസ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള തിയററ്റീഷ്യൻ EH കാറാണ്. അദ്ദേഹമാണ് ഹിസ്റ്റോറിയൻസിന്റെ തന്നെ ഹിസ്റ്ററി എന്നുള്ളത് ജസ്റ്റ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ് അല്ല, നേരെ മറിച്ച് ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യുന്ന ഹിസ്റ്റോറിയൻസിന്റെ പെർസ്പെക്ടീവ്സ് പോലും ഹിസ്റ്ററി മേക്കിങ്ങിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അർത്ഥത്തിലൂടെ നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫിനെ മനസ്സിലാക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന്
എന്നൊക്കെയാണ് EH കാർ പറഞ്ഞു വെക്കുന്നത്. അതിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ നാഷണലിസം സ്റ്റഡീസ് ഒക്കെ EH കാർ തന്നെ അദ്ദേഹത്തിന്റെ നാഷണലിസം സ്റ്റഡീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ റൂട്ട് ചെയ്തുകൊണ്ടാണ്. EH കാർ തന്നെ പറയുന്നത് നാഷണലിസം ആസ് എ കോംപ്ലെക്സ് ഇന്റർപ്ലേ ബിറ്റ്വീൻ ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്, കളക്റ്റീവ് ഐഡന്റിറ്റി ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ ഡൈനാമിക്സ്, റിഫ്ലക്ടിംഗ് കാർസ് എംഫസിസ് ഓൺ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, റോൾ ഓഫ് ഐഡിയോളജി ഇൻ ഷേപ്പിംഗ് നാഷണലിസ്റ്റ് മൂവ്മെന്റ്സ്. ദേശായി ഓൾസോ ഡിഡ് ദ സെയിം. അപ്പോ നാഷണലിസത്തിന് ഒരു കോംപ്ലെക്സ് ഇന്റർപ്ലേ ഓഫ് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്, നോർമലി ഹിസ്റ്റോറിയൻസ് നോർമലി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഒരു ഡോമിനന്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹിസ്റ്ററി എന്നുള്ളത് കുറെ ഫാക്ട്സിന്റെ ഒരു കൾമിനേഷൻ ആയിട്ടാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന വേറെ കുറെ ഫാക്ടേഴ്സിനെ ഒക്കെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് EH കാർ. അപ്പം അദ്ദേഹത്തിന്റെ ഈ ഒരു ഡൈനാമിക് അണ്ടർസ്റ്റാൻഡിങ് ദേശായിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 17th question. Which of the following concepts does not figure in Malthusian theory of population? Malthusian theory of populationല് പോപ്പുലേഷന്റെ ഭാഗമല്ലാത്ത കോൺസെപ്റ്റ് ഏതാ എന്നുള്ളതാണ്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ, പോസിറ്റീവ് ചെക്ക്, സ്റ്റേബിൾ പോപ്പുലേഷൻ, പ്രിവെന്റീവ് ചെക്ക്. അല്ലെ, അത് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കേട്ടുപരിചയം ഇല്ലാത്ത എന്തെങ്കിലും ഒരു ടേം അല്ലെങ്കിൽ മൽത്തൂസ് ആലോചിക്കുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ടേം ഉണ്ടെങ്കിൽ അത് സ്റ്റേബിൾ പോപ്പുലേഷൻ ആണ്. അല്ലെ, കേട്ടുപരിചയം ഇല്ല എന്ന് പറയുമ്പോൾ ജസ്റ്റ് കേട്ടുപരിചയം ഇല്ല എന്നല്ല, മൽത്തൂസ് അണ്ടർ മൽത്തൂസിയൻ ഡിലമാണ് ഞാൻ പറയുന്നത്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞ ടേം മൽത്തൂസ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം ഫുഡിന്റെ ഗ്രോത്തിനെ കുറിച്ച് പറയുമ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള ടെർമിനോളജി യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് ചെക്കും പ്രിവെന്റീവ് ചെക്സിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ ഫേമസ് ആണല്ലോ. പോസിറ്റീവ് ചെക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് നാച്ചുറൽ കലാമിറ്റീസ് പോലും, ലൈക്ക് ഫോർ എക്സാമ്പിൾ നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഫമൈൻ അല്ലെങ്കിൽ ഒരു എർത്ത് ക്വാക്കോ അല്ലെങ്കിൽ സുനാമിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻ സം വേ ഭൂമി ലോകത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ള ആളുകളുടെ എണ്ണം കുറക്കുന്ന അല്ലെങ്കിൽ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് കൂട്ടുന്ന പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പോസിറ്റീവ് ചെക്ക് ടു പോപ്പുലേഷൻ ഗ്രോത്ത് ആയിട്ടാണ് മൽത്തൂസ് മനസ്സിലാക്കുന്നത്. അപ്പോ പോസിറ്റീവ് ചെക്ക് എന്നുള്ള ടെർമിനോളജി കോൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ എൻഗേജ്മെന്റിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ പ്രിവെന്റീവ് ചെക്ക്, നേരത്തെ നമ്മൾ ഡെത്ത് റേറ്റ് കൂടുന്ന കാര്യമാണ് പറഞ്ഞെങ്കിൽ പ്രിവെന്റീവ് ചെക്ക് ബർത്ത് റേറ്റ് കുറക്കുന്ന ബർത്ത് റേറ്റ് കുറച്ചിട്ട് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്ന ആസ്പെക്ടിനെ കുറിച്ച് മൽത്തൂസ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും അരിത്മെറ്റിക് പ്രോഗ്രഷൻ, പോസിറ്റീവ് ചെക്ക് ആൻഡ് പ്രിവെന്റീവ് ചെക്ക് എന്നുള്ളത് മൽത്തൂസ് സംസാരിക്കുന്നുണ്ട്. സ്റ്റേബിൾ പോപ്പുലേഷൻ ആണ് ഓപ്ഷൻ ആയിട്ട് വരാത്തത് കേട്ടോ, മൽത്തൂസിന്റെ അണ്ടറിൽ വരാത്തത്. അതുകൊണ്ട് 17th ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ ഈസ് സി. Okay, അടുത്ത 8th. Which of the following is considered to be the tripartite pillars of Schutz theory of phenomenological sociology? ഷൂട്ട്സിന്റെ ഫിനോമിനോളജിക്കൽ സോഷ്യോളജിയുടെ ട്രൈപാർട്ടൈറ്റ് പില്ലേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ലൈഫ് വേൾഡ്, അതർ വേൾഡ്, നാച്ചുറൽ ആറ്റിറ്റ്യൂഡ്, ആർട്ടിഫിഷ്യാലിറ്റി, ദ അതർ വേൾഡ് ആൻഡ് ഇന്റർസബ്ജക്ടിവിറ്റി, ലൈഫ് വേൾഡ് ആൻഡ് കൾച്ചറൽ വേൾഡ്, ലൈഫ് വേൾഡ്, ഇന്റർസബ്ജക്ടിവിറ്റി ആൻഡ് നാച്ചുറൽ ആറ്റിറ്റ്യൂഡ്. ആൻസർ ഈസ് ലൈഫ് വേൾഡ്, ഇന്റർസബ്ജക്ടിവിറ്റി ആൻഡ് നാച്ചുറൽ ആറ്റിറ്റ്യൂഡ്. അല്ലെ, ലൈഫ് വേൾഡ് അറിയുന്നുണ്ടാവുമല്ലോ. ഷൂട്ട്സ് യൂസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ്. ലൈഫ് വേൾഡ് എന്ന് പറയുമ്പോൾ എവറിഡേ വേൾഡ് ആണല്ലോ, ഓരോരുത്തരുടെയും എവറിഡേ വേൾഡ് ആണ് ലൈഫ് വേൾഡ് അല്ലെങ്കിൽ വളരെ കോമൺ വേൾഡ് ആണെങ്കിൽ. ഇന്റർസബ്ജക്ടിവിറ്റി എന്നുള്ള വാക്ക് അദ്ദേഹം യൂസ് ചെയ്യുന്നത് ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെ, ഇപ്പൊ സൊസൈറ്റീനെ പോസിബിൾ ആക്കുന്നത് ആളുകൾ തമ്മിലുള്ള ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ഈ ഇന്റർസബ്ജക്ടിവിറ്റി എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ നാച്ചുറൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് അൺക്വസ്റ്റ്യൻഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ഓഫ് റിയാലിറ്റി, അതായത് നമ്മൾ വളരെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി എടുക്കുന്ന റിയാലിറ്റിയുടെ ആസ്പെക്ട് റിഫ്ലെക്സീവ് ആയിട്ട് എടുക്കുന്ന റിയാലിറ്റിയുടെ ആസ്പെക്ട് നാച്ചുറൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് കൊണ്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം ഈ മൂന്ന് കോൺസെപ്റ്റ്സും ഷൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അറിയുന്നുണ്ടാവും. ബാക്കി ആർട്ടിഫിഷ്യാലിറ്റി, അതർ വേൾഡ് നമുക്ക് കൺഫ്യൂസ് ചെയ്യുന്ന അർത്ഥത്തിൽ ഓപ്ഷൻസ് വരും, പക്ഷെ ഒരിക്കലും
ഒരു തിയറിറ്റീസിനൊക്കെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഡിറെയിൽഡ് ആവാണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്സ് ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഒരു തിയറിറ്റീസിന്റെ പേര് കാണുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യനിന് അത് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു 5 സെക്കൻഡ്സ് നേരത്തോട്ടെങ്കിലും ആ ഒരു തിയറിറ്റീസിനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ഓടിച്ചു പോകാൻ നോക്കണം കേട്ടോ. എനിക്കൊരു ജെന്യൂൻ സജഷൻ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ആ ക്വസ്റ്റ്യൻ സെൻസ് ഉണ്ടാക്കാൻ കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യനിലെ എല്ലാ ടെർമിനോളജീസും ഫ്രേസസിനും സോഷ്യോളജിക്കൽ ഡിബേറ്റ്സ് ഒന്നും നമുക്ക് അറിയുന്നില്ലെങ്കിൽ കൂടെയും ഒരു തിയറിറ്റീസിന്റെ പേര് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ലാർജർ ഡിസ്കോഴ്സായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചിലപ്പോൾ ആൻസറിലൂടെ എത്താൻ പറ്റും. അതേസമയം തന്നെ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് കൃത്യമായിട്ട് ആ തിയറിറ്റീഷൻ എന്താ പറഞ്ഞത് എന്ന് അറിയേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിലൊന്ന് റിഫ്രഷ് ചെയ്തതിന് ശേഷം ആയിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓടിച്ചാടി ക്വസ്റ്റ്യൻ കണ്ട പാതി കാണാത്ത പാതി ആൻസർ ചെയ്യരുത് കേട്ടോ. ചിലപ്പോ നമ്മൾ ധൃതിയിൽ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ വായിക്കാണ്ടിരിക്കാനും ആൻസറിലോട്ട് ചെറിയ ക്വസ്റ്റ്യനിൽ എന്തൊരു കീവേഡ് മിസ്സായി പോയതുകൊണ്ടോ ഒക്കെ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഓപ്ഷൻസിലുള്ള ചെറിയ എന്തെങ്കിലും ചേഞ്ച് ശ്രദ്ധിക്കാണ്ട് പോയതുകൊണ്ടൊക്കെ നമുക്ക് മാർക്സ് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. Okay, the 19th question. The Domestic Violence Act was passed in which of the year? ഏത് വർഷമാണ് ഡൊമസ്റ്റിക് വയലൻസ് പ്രിവെന്റ് ചെയ്യുന്ന ആക്ട് ഏത് വർഷമാണ്? പാസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2005 ആണ് ആൻസർ കേട്ടോ. അറിയുന്നുണ്ടാവുമല്ലോ, കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. അതിൽ 19th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി 2005. And then 20th question answer, the General Agreement on Trade in Service GATT suggests General Agreement on Trades in Service Agreement on Trade in Services Education സംബന്ധമായിട്ട് എന്താണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ക്രോസ് ബോർഡർ ട്രേഡ് ഇൻ എഡ്യൂക്കേഷൻ ആണോ അവര് കൺസേൺ, അല്ലെങ്കിൽ ലോക്കലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണോ, ഇനി അതെല്ലാം ഓൺലി സ്റ്റേറ്റ് ഫണ്ടിങ് ഇൻ എഡ്യൂക്കേഷൻ, അതായത് സ്റ്റേറ്റിന് മാത്രമേ എഡ്യൂക്കേഷനിൽ ഫണ്ട് ചെയ്യാൻ പറ്റൂ എന്നാണോ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്? ഇനി അതെല്ലാം അഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോർപ്പറേറ്റ് ഫണ്ടിങ് ഇൻ പ്രൈമറി ആൻഡ് സ്റ്റേറ്റ് ഫണ്ടിങ് ഇൻ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. പ്രൈമറി എഡ്യൂക്കേഷനിൽ കോർപ്പറേറ്റ് ഫണ്ടിങ് വേണം എന്നുള്ളതും സ്റ്റേറ്റ് ഫണ്ട് പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ സ്റ്റേറ്റ് ഫണ്ട് വേണം എന്നുള്ളതുമാണോ അഗ്രിമെന്റിന്റെ മേജർ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്നാണ് ക്വസ്റ്റ്യൻ. ഗാറ്റ്സ് അപ്പം WTOയുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ അണ്ടറിൽ നടന്നിട്ടുള്ള അഗ്രിമെന്റ് ആണ്. അവര് അക്രോസ് ബോർഡേഴ്സ് എല്ലാ സർവീസസിന്റെയും ഈസി ഫ്ലോ ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ എൻഷുർ ചെയ്യുക, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ഈ ഒരു അഗ്രിമെന്റ്. ക്രോസ് ബോർഡേഴ്സ് മനസ്സിലായില്ല, ഇന്റർനാഷണൽ ക്രോസ് ബോർഡർ സർവീസസ് ട്രേഡ് ഇൻ സർവീസസ് പോസിബിൾ ആക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അപ്പോ എഡ്യൂക്കേഷന്റെ ഒരു ലെവലിലോട്ട് വരുകയും ഇത് തന്നെയാണ് അവർ സ്ട്രെസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഗാറ്റിന്റെ എഡ്യൂക്കേഷണൽ ആസ്പെക്ടിൽ ഉണ്ടായിട്ടുള്ള സജഷൻ ഈസ് ക്രോസ് ബോർഡർ ട്രേഡ് ഇൻ എഡ്യൂക്കേഷൻ ക്രോസ് ബോർഡർ ട്രേഡ് നടത്താൻ സമ്മതിക്കുക അല്ലെങ്കിൽ അതിനെ പോസിബിൾ ആക്കുക എന്നുള്ളതായിരുന്നു. ക്രോസ് ബോർഡർ ട്രേഡ് എന്നൊക്കെ പറയുമ്പോൾ അതായത് ഒരു കൺട്രി ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിക്ക് മറ്റേ വേറെ കുറെ കൺട്രീസിലും ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ പ്രൊഫസേഴ്സിനും ഫാക്കൾട്ടീസിനും സ്റ്റുഡൻസിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും അർത്ഥത്തിലൊരു ഇന്റർ കൺട്രി എഡ്യൂക്കേഷണൽ സർവീസസിന്റെ ഫ്ലോ സ്മൂത്ത് ആയിട്ട് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഗാറ്റ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെന്റിൽ ഉണ്ടായിട്ടുള്ള ഒരു കോള് എന്നുള്ളതാണ് കേട്ടോ. ഇന്റർനാഷണൽ കൊളാബറേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത് അവരുടെ ഒരു മേജർ കൺസേൺ ആയിരുന്നു. ഓക്കെ, 21st ക്വസ്റ്റ്യൻ, സോറി 20th ക്വസ്റ്റ്യൻ. ഇനി 21st ക്വസ്റ്റ്യൻ, നമ്മൾ 20th ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. 21st ക്വസ്റ്റ്യൻ 25th വരെ ഒറ്റ സ്ട്രെച്ചിൽ പോവാന്ന് വിചാരിക്കുന്നു. 21st ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following is not a type of reliability according to Kirk and Miller? Kirk and Millerനെ സംബന്ധിച്ചിടത്തോളം ഒരു റിലയബിലിറ്റി ടൈപ്പ് അല്ലാത്തത് ഏതാണ് താഴെ കൊടുത്തിട്ടുള്ള 4 എന്ന ക്വസ്റ്റ്യൻ. കിഹോട്ടിക് ആണ് ഫസ്റ്റ് ഓപ്ഷൻ, ഡയലക്റ്റിക്കൽ സെക്കൻഡ് ഓപ്ഷൻ, ഡയക്രോണിക് തേർഡ് ഓപ്ഷൻ ആൻഡ് സിങ്ക്രണിക് റിലയബിലിറ്റി ഫോർത്ത് ഓപ്ഷൻ അല്ലേ. അപ്പോ ടൈപ്പ് ഓഫ് റിലയബിലിറ്റി മില്ലറും കേർക്കും
മൂന്ന് ടൈപ്പ് ഓഫ് റിലയബിലിറ്റി ആണ് പറഞ്ഞു വെക്കുന്നത്. അതിൽ ഒന്ന് കിഹോട്ടിക് ആണ്. കിഹോട്ടിക് എന്ന് പറഞ്ഞാൽ സർക്കംസ്റ്റൻസസ് മീൻസ് സിംഗിൾ മെത്തേഡ് ഓഫ് ഒബ്സർവേഷൻ yields the same measurement repeatedly. അതായത് റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് പറയുന്നത്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ടാവുമല്ലോ, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതിന്. കൺസിസ്റ്റൻസി എന്നുള്ളതാണ് റിലയബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കീവേഡ് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ കൺസിസ്റ്റന്റ് ആണോ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലയബിലിറ്റി ചെക്ക് ചെയ്യുക എന്ന് പറയാം. അതിൽ കിഹോട്ടിക് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് സെയിം എക്സ്പെരിമെന്റിന്റെ സെയിം വാല്യൂന്റെ റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഒരു കിട്ടിയ വാല്യൂ ശരിയാണോ നോക്കണമെങ്കിൽ ഡിഫറെന്റ് മെത്തേഡ്സിലൂടെ ആ എക്സ്പെരിമെന്റ് റൺ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടുന്ന വാല്യൂസ് തമ്മിലുള്ള ഒരു ക്രോസ് അനാലിസിസ് നടത്തിയാൽ അത് റിലയബിൾ ആണോ അല്ലേ എന്ന് മനസ്സിലാവും. അതാണ് കിഹോട്ടിക്. അപ്പൊ ഡിഫറെന്റ് മെത്തേഡ്സ് എന്നുള്ളതാണ് കിഹോട്ടിക്കിന്റെ പ്രത്യേകത. ഡയലക്റ്റിക്കൽ എന്നുള്ളത് കെർക്ക് ആൻഡ് മില്ലർ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് അല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു മെത്തേഡിനെ കുറിച്ച് അവർ സംസാരിച്ചിട്ടില്ല. ഇവിടെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇസ് ആക്ച്വലി ഡയലക്റ്റിക്കൽ ഒബ്സർവേഷൻ ബിറ്റ്വീൻ ടു കോൺഫ്ലിക്റ്റീവ് സിറ്റുവേഷൻ എന്നുള്ളത് അവർ റിപ്പോസ് ചെയ്തിട്ടുള്ള റിലയബിലിറ്റി മെത്തേഡ് അല്ല. 21st ക്വസ്റ്റ്യന്റെ ആൻസർ ബി ആണ്. എന്നിരുന്നാൽ പോലും സിയും ഡിയും എന്താണെന്ന് അറിയുന്നുണ്ടാവും. ഡയക്രോണിക് റിലയബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡയക്രോണിക് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡയാക്രോണിക് രണ്ട് സമയം എന്നുള്ളത് മാത്രമല്ല, ഒന്നിലധികം ഡിഫറെന്റ് സമയങ്ങളിൽ ഒരു സാമ്പിളിനെ പഠിച്ചിട്ട് അവർ തമ്മിലുള്ള ആ കിട്ടുന്ന റിസൾട്ട്സിലെ റിലയബിലിറ്റിനെ അനലൈസ് ചെയ്യാം. ഡിഫറെന്റ് റിസൾട്ട്സിനെ അനലൈസ് ചെയ്താൽ അതിന്റെ റിലയബിലിറ്റി മനസ്സിലാക്കും എന്നുള്ളതാണ്. അതായത് ഒരേ സാമ്പിളിനെ ഡിഫറെന്റ് സമയങ്ങളിൽ പഠിച്ചാൽ കിട്ടുന്ന റിസൾട്ട്സിലുള്ള വേരിയേഷൻസ് നോക്കുക, അതിനനുസരിച്ചിട്ട് റിലയബിലിറ്റി ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. സിഗ്നണിക് എന്ന് പറഞ്ഞാൽ വേർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരേ സമയം ഡിഫറെന്റ് സാമ്പിളിനെയും ഡിഫറെന്റ് മെത്തേഡ്സും യൂസ് ചെയ്തിട്ട് ഒരു കാര്യത്തിനെ പഠിക്കുക, എന്നിട്ട് അതിന് കിട്ടുന്ന റിസൾട്ട്സ് കമ്പയർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് വേർഡ്സുമായിട്ട് ടെർമിനോളജീസ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡെഫിനേഷൻസ് തന്നെയാണ്. എന്നിരുന്നാലും ഓക്കെ, 22nd question now. Who among the following argues that the withdrawal of legitimacy from an existing system of inequality is critical precondition for conflict? Who among the following argues that the withdrawal of legitimacy from an existing system of inequality is a critical precondition of conflict? അതായത് കോൺഫ്ലിക്റ്റിന്റെ ക്രിട്ടിക്കൽ പ്രീകണ്ടീഷൻ ആയിട്ട് ലെജിറ്റിമസി വിഡ്രോ ചെയ്യുക എന്നുള്ളൊരു സ്റ്റെപ്പ് ഉണ്ട് എന്നത് ആരാണ് പറഞ്ഞു വെച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ആൻഡ് ആൻസർ ഈസ്, നമ്മൾ വീണ്ടും കോൺഫ്ലിക്ട് തിയറിറ്റീഷ്യൻസിലോട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ ഏകദേശം അതേ ഓപ്ഷൻസിലോട്ട് തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. ഡാരൻഡോഫ്, കോസ്റ്റർ, കോളിൻസ്, ഹെബർമാസ്. പറഞ്ഞു വെച്ചിട്ടുള്ളത് വീണ്ടും കോസ്റ്റർ ആണ് കേട്ടോ. നമ്മള് നേരത്തെ ഫങ്ഷണൽ ആസ്പെക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതേ കോസ്റ്റർ തന്നെയാണ്. ലെജിറ്റിമസി വിഡ്രോ ചെയ്യുമ്പോഴാണ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത്. ലെജിറ്റിമസി വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കോൺഫ്ലിക്ട് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഇത് ആക്ച്വലി, പക്ഷെ അങ്ങനെ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ തോന്നുന്ന ഒരു കൺഫ്യൂഷൻ മാത്രമാണ്. അതായത് ഇൻഡിവിജ്വൽസും കളക്റ്റീവ്സും ഒക്കെ ആ എക്സിസ്റ്റിംഗ് സോഷ്യൽ ഓർഡറിനെ ആക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കുമ്പോൾ, നോ ലോങ്ങർ ആക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ്, അതായത് അതിന്റെ ലെജിറ്റിമസി ലൂസ് ചെയ്യുന്ന സമയത്താണ് കോൺഫ്ലിക്ട്സ് ഉണ്ടായി വരിക എന്നുള്ളതാണ് കോസ്റ്റ് പറയുന്നത്. ഇപ്പോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡീവൻസസ് കാരണം, അല്ലെങ്കിൽ ഇൻജസ്റ്റിസസ് നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻസോ ഇൻഡിവിജ്വൽസിനോ കളക്റ്റീവ്സിനോ എക്സിസ്റ്റിംഗ് സ്റ്റാറ്റസ് കോയിൽ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സിസ്റ്റത്തിന് അതിന്റെ ലെജിറ്റിമസി ലൂസ് ചെയ്യുകയും, ആ ലെജിറ്റിമസി ലൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഡിഫറെന്റ് മെമ്പേഴ്സിന്റെ ഇടയിൽ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇടയിൽ കോൺഫ്ലിക്ട് ഉണ്ടാക്കാനും കാരണമാകുമെന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ ഒരു ക്വസ്റ്റ്യന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ലെജിറ്റിമസി എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും നമുക്ക് ഓക്കെ ലെജിറ്റിമസി കോൺഫ്ലിക്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓക്കെ ലെജിറ്റിമേഷൻ ക്രൈസിസ് നമ്മൾ വായിക്കാനും ഈസി ആയിട്ട് ഹെബർമാസിന്റെ ലെജിറ്റിമേഷൻ ക്രൈസിസ് ഐഡിയയിലോട്ട്, അല്ലെങ്കിൽ പിന്നീട് വന്നിട്ടുള്ള ലെജിറ്റിമേഷൻ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിബേറ്റ്സിലോട്ട് നമ്മൾ ചിന്ത പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതല്ല ഇവിടെ ക്വസ്റ്റ്യൻ എന്നാണ് കേട്ടോ. ഹെബർമാസ് ഇവിടെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തത് എന്തിനാ, ട്രിക്കി ആണ് കാര്യം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഓക്കെ, 22nd ക്വസ്റ്റ്യന്റെ ആൻസർ ബി അഗെയിൻ. ആൻഡ് ദെൻ 23rd ക്വസ്റ്റ്യൻ, CW Mill's perspective takes into account. മിൽസിന്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ അതിന്റെ പെർസ്പെക്ടീവ്സ് takes into account which of the following? ബയോഗ്രഫി, സോഷ്യോഗ്രഫി, ഹിസ്റ്ററി, ജോഗ്രഫി, എത്നോഗ്രഫി. CW മിൽസിന്റെ കൺസേൺ എപ്പോഴും ബയോഗ്രഫിയും ഹിസ്റ്ററി ആയിരുന്നു. അപ്പൊ ഒരു പേഴ്സണെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ മൊത്തത്തിലുള്ള സോഷ്യൽ റിയാലിറ്റിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന്, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഹോളിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ബയോളജിയും ഹിസ്റ്ററിയും കൂടെ ഒരുമിച്ച് നമ്മൾ ക്ലബ് ചെയ്ത് പഠിക്കണം എന്നാണ് മിൽസ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ക്ലിയർ ആണല്ലോ.
അതായത് A and C എന്നുള്ള C തേർഡ് ഓപ്ഷൻ ആണ് നമ്മുടെ 23rd ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരിക. ഇനി 24th question. The theoretical perspective that asserts that there are discernible stages which the society goes through more than once or even repeatedly is termed as. Society continuously അല്ലെങ്കിൽ repeatedly കടന്നു പോകുന്ന discernible stages ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന evolution theory ഏതാണ് എന്നാണ് question. And the answer is cyclical evolution theory കേട്ടോ. കാരണം സൊസൈറ്റി വീണ്ടും വീണ്ടും കടന്നു പോകുന്ന സ്റ്റേജസിനെ കുറിച്ച് സംസാരിക്കുന്ന റിപ്പീറ്റഡ് എവല്യൂഷണറി തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഇല്ലല്ലോ അല്ലെ. യൂണിലിനിയർ എവല്യൂഷണറി തിയറി എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് കടന്നു പോവുക എന്നുള്ളത് ആ ക്വസ്റ്റ്യൻ വെച്ച് ആലോചിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. സോഷ്യോളജിയിലെ ഡിബേറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ എവല്യൂഷൻ ഡിബേറ്റിനെ കുറിച്ച് നമുക്ക് പരിചയമില്ലെങ്കിൽ കൂടെ യൂണിലിനിയർ എവല്യൂഷണറി തിയറി എന്ന് പറയുമ്പോൾ ഒരു ക്രോണോളജിക്കൽ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്തൊരു സ്റ്റേജിലോട്ട് ഒരിക്കലും തിരിച്ചു പോക്കില്ലാത്ത ഒരു പ്രോഗ്രസീവ് ഹിസ്റ്ററിനെ കുറിച്ച് എൻവിഷൻ ചെയ്യുന്ന തിയറിയാണ് യൂണിലിനിയർ തിയറി അല്ലെ. അതായത് പ്രീ മോഡേൺ സ്റ്റേജിൽ നിന്ന് പിന്നെ മോഡേൺ സ്റ്റേജിലോട്ട് പോയി പ്രിമിറ്റീവ് സ്റ്റേജിൽ നിന്ന് മോഡേൺ സ്റ്റേജിലോട്ട് എത്തുക എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു തിയറി, ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിനെ കാണുന്ന എവല്യൂഷൻ തിയറിയാണ് യൂണിലിനിയർ തിയറി. എന്നാൽ സൈക്ലിക്കൽ തിയറി പറയുന്നത് അങ്ങനെയല്ല. നേരെ മറിച്ച് സൊസൈറ്റീസ് കണ്ടിന്യൂസ്ലി ലൈക്ക് വളരെ ഗ്രാജുവലി ആയിട്ടാണെങ്കിൽ പോലും അതിനൊരു ഗ്രോത്ത് പീരീഡ് ഉണ്ടാവുകയും പിന്നീട് അതിനൊരു ഫോൾ ചെയ്യുന്ന അല്ലെങ്കിൽ വീക്കെൻഡ് ചെയ്യുന്ന സമയം ഉണ്ടാവുകയും പിന്നീട് വീണ്ടും ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ള അർത്ഥത്തിൽ സൈക്ലിക് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് സൈക്ലിക് തിയറിറ്റേഷൻസ് പറയുന്നത് അല്ലെ. ഇപ്പൊ സ്പെംഗ്ലറും ഇബിൻ ഖൽദൂനും ഒക്കെ തന്നെയും ഈ സൈക്ലിക് തിയറിയുടെ ആളുകളായിരുന്നു. പാറ്റേൺസ് ഓഫ് ഗ്രോത്ത് ഉണ്ടാവും, പിന്നീട് അത് ഡിക്ലൈൻ ചെയ്യും, പിന്നീട് അത് റിന്യൂ ചെയ്യും എന്നുള്ള അർത്ഥത്തിലാണ് സൊസൈറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് സൈക്ലിക്കൽ എവല്യൂഷണറി തിയറി പറയുന്നത്. അപ്പം റിപ്പീറ്റഡ്ലി ഒരു സ്റ്റേജ് തന്നെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പ്രപ്പോസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് സൈക്ലിക്കൽ തിയറി ആണല്ലോ. യൂണിലിനിയർ തിയറിയിൽ അങ്ങനെ ഒരു തിരിച്ചുപോക്ക് എന്നുള്ളൊരു പരിപാടി ഇല്ല. അപ്പോ എന്തായാലും അത് ഓപ്ഷൻ അല്ല, റിഫ്ലെക്സീവ് എവല്യൂഷണറി തിയറി അല്ല. ഓപ്ഷൻ ഈസ് ഓൾവേസ് സൈക്ലിക് എവല്യൂഷണറി തിയറി ആണ് കേട്ടോ. 24th സി ആൻസർ. And then comes 25th question. Which technique of qualitative data collection is followed by researchers to understand people and their behavior through direct, focused and non-verbal interaction in their natural setting? Direct ആയിട്ടൊരു മെത്തേഡിന്റെ ഡെഫിനിഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം researchers understanding people and their behavior through direct, focused and non-verbal interaction in their natural setting. Non-verbal interactionലൂടെ നാച്ചുറൽ സെറ്റിംഗിൽ പോയിട്ട് non-verbal ഒരിക്കലും സംസാരിച്ചിട്ടല്ലാണ് non-verbal ഇന്ററാക്ഷൻസിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മെത്തേഡ് ഏതാ എന്നുള്ളതാണ്. അപ്പൊ അത് ഇന്റർവ്യൂ അല്ലല്ലോ. ഇന്റർവ്യൂല് സ്വാഭാവികമായിട്ടും വേർബലി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒബ്സർവേഷൻ ആണ് അല്ലെ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഡെഫിനേഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആൻസർ ഈസ് ഒബ്സർവേഷൻ. ദെൻ കേസ് സ്റ്റഡി എന്നുള്ളത് നോൺ വേർബൽ തന്നെ ആയിരിക്കണം എന്നില്ലല്ലോ അല്ലെ. ഒരു പെർട്ടിക്കുലർ കേസിനെ ഡീപ്പായിട്ട് അന്വേഷിച്ചു പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഏതൊക്കെ ആസ്പെക്ട്സിലൂടെ നമുക്ക് സംസാരിക്കാം, ഏതൊക്കെ ആസ്പെക്ട്സിലൂടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ, അതിന് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ആക്സസിബിലിറ്റി ഉണ്ടോ ആ രൂപത്തിലൊക്കെ നമ്മൾ അന്വേഷിക്കില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വെർബൽ ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഉണ്ടായില്ല എന്നും വരും. പക്ഷെ നോൺ വെർബൽ ഇന്ററാക്ഷൻ ആസ് സച്ച് നാച്ചുറൽ എൻവയോൺമെന്റിൽ എന്നുള്ളത് കേസ് സ്റ്റഡിയുടെ ഒരു ക്വാളിറ്റി അല്ല. ഓക്കെ, 25th ഔട്ട് ഓഫ് 100 ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് ഇനി അടുത്തൊരു 26 മുതൽ അടുത്തൊരു സെറ്റ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം ഇൻഷാല്ലാ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ബട്ട് സ്റ്റിൽ ക്വസ്റ്റ്യൻസും ആൻസറും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്ന പോലെ ഈ ക്വസ്റ്റ്യനും ആൻസറും മാത്രം പറയാ എന്നുള്ളതല്ല. നേരെ മറിച്ച് മാക്സിമം പറ്റും എന്നുണ്ടെങ്കിൽ ഈ ഓരോ ഓപ്ഷൻസും കൂടെ കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ അത് വളരെ ഹെൽപ്ഫുൾ ആവും നിങ്ങൾക്ക് തന്നെ കേട്ടോ. ഓക്കെ ദെൻ.